ഇതാണ് ഖത്താബിന്റെ മകൻ ഉമർ. പാതിരാവിൽ പോലും നിശബ്ദമാക്കിക്കൊണ്ട് ക്യാബറെ നർത്തകികളുടെ കൂടെ ഉന്മാദ നൃത്തം വെട്ടിയിട്ട് മക്കയിലെ ഗുണ്ടാ സംഘത്തിന്റെ തലവനായി വിലസിപ്പോയ ഖത്താബിന്റെ മകൻ ഉമറിന് ഉക്കാള ചന്തയിൽ പരസ്പര മത്സരബുദ്ധിയോടെ ഗോതയിൽ വെല്ലുവിളിക്കുന്ന ഖത്താബിന്റെ മകൻ ഉമറിന് സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ മതോന്മത്തരായി മക്ക നഗരത്തിലൂടെ പാട്ടും പാടി നടന്ന സാമൂഹിക വിരുദ്ധരുടെ നേതാവായ ഖത്താബിന്റെ മകൻ ഉമറിന് തന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ 3 പെൺമക്കളെ ജീവനോടെ കുഴിച്ചുകൂടിയ ഉമറിന് അവസാനം ലോകത്തിന്റെ സത്യദീപത്തിന്റെ വാളുകാൻ സത്യദീപത്തിന്റെ കരുത്തറക്കാൻ ഊരിപ്പിടിച്ച വാളുമായി കടന്നു ചെന്ന ഖത്താബിന്റെ മകൻ ഉമറിനെ ആ ഉമറതാ മുസ്ലിമായതപ്പോടാ തന്റെ സഹോദരിയുടെ വീട്ടിലെത്തുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ വാക്യം കേൾക്കുമ്പോ തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഔലാ. ഈ ഖുർആനിന്റെ വാക്യം അങ്ങ് ഉമറിന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ ജീവനോടെ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടിയവൻ ലോകത്തിലെ ഏറ്റവും വലിയ വീരശൂര പരാക്രമി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലെത്തുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെ അവസാനം ഒരു റൊമാന്റിക് ഭാവനക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആത്മീയ ഔത്കർഷത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് കൈപിടിച്ചാണയിച്ച ലോകത്തിന്റെ ഏറ്റവും വലിയ നീതിയുടെ പര്യായമേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റാൻ ഖുർആനിന് കഴിയുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെ അതെവിടെ വരെ എത്തിയെന്നറിയുമോ? ആത്മീയ പരിവർത്തനം ജാഹിലിയ്യ കാലഘട്ടത്തിൽ സ്വന്തം പെൺമക്കളെ ജീവനോടെ കുമിച്ചുകൂടിയ ഉമർ അവസാനം മുസ്ലിമായി ഖലീഫയായി കഴിയുമ്പോ ഒരു ദിവസം ഉമർ തന്റെ ഗ്രാമത്തിലൂടെ വേഷപ്രച്ഛന്നനായി നടന്നു പോവുകയാ. അങ്ങനെ നടന്നുപോയി കഴിയുമ്പോ ഒരു കുടിലിൽ നിന്നതാ ഒരു കൊച്ചുകുഞ്ഞിന്റെ വല്ലാത്ത കരച്ചിൽ കേൾക്കാം. വേഷപ്രച്ഛന്നനായി ഉമർ ചെന്ന് നോക്കുമ്പോ ഒരു മാതാവ് കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിക്കുകയാ. മുലപ്പാലിന് വേണ്ടി കുഞ്ഞു വാവിട്ടു കരയുകയാ. രോഷത്തോടെ മാതാവിനോട് ചോദിച്ചു, മുലകുടി പ്രായം തീയാത്ത കുഞ്ഞിനെ എന്തിനാ മുലകുടി നിർത്താൻ ശ്രമിക്കുന്നത്? വേഷപ്രച്ഛന്നനായി ഉമറാണ് മുമ്പിലെന്ന് പെണ്ണിനറിയില്ല. ആ പെണ്ണ് പറയുന്നു, ഞങ്ങളുടെ ഖലീഫയായി ഉമർ ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 7 കുഞ്ഞുങ്ങളുടെ മുലകുടി പ്രായം പൂർത്തിയാകുന്നുവോ മുലകുടി മാറിയ കുട്ടികൾക്ക് റേഷൻ അനുവദിക്കുന്നു എന്ന് ഉമറിന്റെ നിയമമാണ്. നാളെ എന്റെ കുട്ടിയെ മുലകുടി നിർത്തിയിട്ട് കൊണ്ടുപോയാൽ അവന്റെ വിഹിതം കൂടി റേഷൻ കിട്ടും. അതിനുവേണ്ടി ബലമായിട്ട് ഞാൻ മുലകുടി നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ കുഞ്ഞ് കരയുകയാണെന്ന് ആ മാതാവ് പറയുമ്പോ അത് കേട്ട ഉമറതാ വിയർപ്പിൽ കുളിച്ചു പോയി ശരീരം വല്ലാതെ വിറക്കുകയാ. വിറക്കുന്ന കാലടികളോട് പ്രസിക്കുന്ന നെഞ്ചകത്തോട് വിതുമ്പുന്ന ചുണ്ടുകളോട് ഉമർ വന്ന് മദീനത്തെ പള്ളിയില് പാതിരാവിലെ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. രാവിലെ സുബഹി നമസ്കാരത്തിന് സഹാബാക്കളെത്തുമ്പോ ഇമാമത്ത് നിന്ന് ഉമറിന് ഖുർആൻ ഓതാൻ പോലും കഴിയില്ല. വാവിട്ട് നിലവിളിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് സമനാം വീട്ടിൽ കഴിഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുന്നു, എന്തിനാണ് ഉമർ ഇത്രത്തോളം ഭയന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് ഉമർ പറയുന്നതെന്താ? പടച്ച റബ്ബേ അല്ലാഹുവേ, ഇന്നലെ പാതിരാത്രിയിൽ ഈ ഉമറിന്റെ വികലമായൊരു ഭരണ പരിഷ്കാരം കാരണത്താൽ ഒരു പാവപ്പെട്ട പിഞ്ചു പൈതലിന്റെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീണു റബ്ബേ. അതിന്റെ പേരിൽ അല്ലാഹുവേ നാളെ നീ എന്നെ പരലോകത്ത് ശിക്ഷിക്കുമോ എന്നോർത്തിട്ട് ഞാൻ ഭയന്നു പോകുന്നു എന്ന് പറഞ്ഞ് ജീവനോടെ 3 പെൺകുഞ്ഞുങ്ങളെ കുമിഞ്ഞു കുഴിച്ചു മൂടിയ ഉമർ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുനീര് വീണതിന്റെ പേരിൽ ഒരു രാത്രി മുഴുവനും കരയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റിയെങ്കിൽ അത് ഖുർആൻ സാധിച്ച ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ വിപ്ലവമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെപ്പോലെ ലോകത്തിന്റെ ആത്മീയ ഔത്കർഷത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് കടന്നു വന്ന ലോക ചരിത്രത്തിലെ യുഗപ്രഭാവനായ ഖലീഫയാക്കി മാറ്റിയ പരിശുദ്ധ ഖുർആന്റെ പരിവർത്തനമല്ലോ? ലോകത്തിലെ ഏറ്റവും വലിയ മദ്യപാനിയെ, ചൂതാട്ടക്കാരനെ, തെമ്മാടികളുടെ നേതാവിനെ മാറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ,
ഈ ജീവിതത്തിന്റെ ജീർണതകളുടെ അഴുക്കുചാലുകൾ കടന്നുപോയ ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരാധാരത്തിന്റെ വക്താക്കളായി പോയ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു തിരിച്ചുവരവിന് നീ സാധ്യമാകൂ, ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്ക്. ഉമറിനെ മാനസിക പരിവർത്തനത്തിൽ കൊണ്ടുപോയ ഖുർആൻ നിന്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. ആ ഖുർആൻ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രേരക ചാലക ശക്തിയായി മാറട്ടെ. ആ ഖുർആനുമായിട്ടൊരു ബന്ധം പുലർത്തട്ടെ. അതിനാൻ സ്വാമിയുടെ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന അതിനാൻ സ്വാമിയുടെ ഏറ്റവും വലിയ പോപ്പ് മ്യൂസിക്കത്തിന്റെ പാട്ടുകൾ കാണാതെ പഠിച്ചു പോകുന്ന AR റഹ്മാനിന്റെയും എന്ന് വേണ്ട ജാസി ഗിഫ്റ്റിന്റെയും സംഗീത മ്യൂസിക് ആൽബത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഉഷാ ഉതുപ്പ് ചെന്നൈ നഗരത്തിൽ വന്ന് പോപ്പി മ്യൂസിക് പാടുമ്പോ ആ ഉഷാ ഉതുപ്പിന്റെ മ്യൂസിക്കിൽ മുഴുവനും ലഹരി ബാധിച്ചുട്ടുടുതു വലിച്ചെറിഞ്ഞു പോയ മുസ്ലിം ചെറുപ്പക്കാരാ, അള്ളാന്റെ ഖുർആനിനെ നെഞ്ചോട് ചേർക്ക്. ആ ഖുർആൻ നിന്റെ ജീവിതത്തിന്റെ അലങ്കാരമാകട്ടെ. ഖുർആന മാമാ തേരി ഭി, ഖുർആന മാമാ തേരി ഭി, ये लुबी लुबी तेरा नाम भी, ये आसमान तुम्हारा सामी, ये लुबी लुबी तेरा नाम भी, कुरान मामा तेरी भी, ये लुबी लुबी तेरा नाम भी, ये आसमान तुम्हारा सामी, ये लुबी लुबी तेरा नाम भी, कुरान मामा तेरी भी. നിന്റെ ശിരോവസ്ത്രം ഖുർആനാകട്ടെ, നിന്റെ തലപ്പാവ് ഖുർആനാകട്ടെ, നിന്റെ ജീവിതത്തിന്റെ സർവ്വ അലങ്കാരവും ഖുർആനാകട്ടെ. ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട് പാടിയ പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകം വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെപ്പോലും ആർദ്രതയുള്ള ഹൃദയത്തിന്റെ ഉടമയാക്കി മാറ്റാൻ ഈ ഖുർആനിന് കഴിഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ എന്തേ ഖുർആൻ സ്വാധീനിക്കുന്നില്ല? ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വേഷപ്രച്ഛന്നനായി ഗ്രാമാന്തരത്തിലൂടെ സഞ്ചരിക്കുകയാണ്. നടന്ന് ഒരു കർഷകന്റെ കുടിലിന്റെ മുമ്പിലെത്തി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ആ കുടിലിന്റെ മുന്നിലെത്തുമ്പോൾ ആ കർഷകൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. രാത്രി, നിശബ്ദമായ രാത്രി, വിജനമായ രാത്രി, സർവ്വതും ഒരു സൂചി താഴെ വീണാൽ കേടുന്ന നിശബ്ദമായ അന്തരീക്ഷം, പ്രകൃതി പോലും നിശ്ചലമായി നിൽക്കുന്ന ആ പ്രൗഢമായ അന്തരീക്ഷത്തിൽ വേഷപ്രച്ഛന്നനായി പ്രജകളുടെ ക്ഷേമമന്വേഷിച്ചിറങ്ങിയ ഉമറിന്റെ മുന്നിൽ ഒരു കൊച്ചുകുടിലിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കർഷകന്റെ ശബ്ദം കേട്ട് ഉമർ ബിൻ ഖത്താബ് ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ഉമർ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുർആനിന്റെ ശകലങ്ങൾ ശ്രവിക്കുന്നു. കർഷകൻ തന്റെ വീടിന്റെ ഉള്ളിലിരുന്ന് പാദരാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. സൂറത്ത് തൂറാണ് പാരായണം ചെയ്യുക. വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ വസ്ഖഫിൽ മർഫൂ വൽബഹരിൽ മസ്ജൂർ. സൂറത്ത് തൂറിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുകയാണ് ഗ്രാമീണനായ കർഷകൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാ. അവസാനം ഈ കർഷകൻ പാരായണം ചെയ്ത് പരിശുദ്ധമായ സൂറത്ത് തൂറിന്റെ ഒരു ഭാഗമെത്തി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഫൈദൻ നുജൂമു തുമിസത് വഇദൽ ജിബാലു ഫുരിജത് യൗമ تمور السماء مورا وتسير الجبال سيرا. ഈ ആയത്തിന്റെ ഭാഗമെത്തി ഉമർ റളിയല്ലാഹു തആല അൻഹു സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാ. ഈ ഗ്രാമീണ കർഷകൻ ഓതി ഈ ഭാഗമെത്തി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ അല്ലാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോകുന്നു എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ഓതിയപ്പോ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, സർവാധിനാഥനായ റബ്ബിന്റെ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോകുന്നു എന്ന ആയത്തങ്ങ് കേൾക്കുമ്പോ അതേവരെ കേട്ട് നിന്ന് ഉമർ വേർപ്പിൽ മുങ്ങി കുളിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം അതാ തളരുന്നു. കേട്ട് നിന്ന് ഉമറിനെ സഹിക്കാൻ കഴിയുന്നില്ല. ശരീരം മുഴുവനും തളർന്നു, നാഡീവ്യൂഹങ്ങൾ മുഴുവനും അസ്തമിച്ചു, ശരീരം മുഴുവനും തളർന്നവശനായി ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ പോകുന്നു എന്ന ആയത്ത് കേട്ട ഉമർ വേച്ച് താഴോട്ട് വീഴാൻ പോകുന്നു. വേച്ച് ഉമർ തന്റെ ഒട്ടകപ്പുറത്തെ
ഒട്ടകത്തേക്ക് കടന്നു പിടിച്ചു. വീണു പോകാതിരിക്കാൻ ആ ഒട്ടകത്തിന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു നിന്ന് പോയി ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഒട്ടകപ്പുറത്ത് ചാഞ്ഞു നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാവിലെ നിശബ്ദമായി വിതുമ്പിക്കരയാൻ തുടങ്ങി. ഇന്നദാബ റബ്ബിക ലവാഖി, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ പോകുന്നു എന്ന് കേട്ട ഉമർ പാതിരാവിന്റെ നിശബ്ദതയിൽ രാജ്യത്തിന്റെ പരമാധികാരിയായ ഖലീഫ ഒട്ടകപ്പുറത്ത് ചാരിയിരുന്ന് വേങ്ങി കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി കരയുമ്പോ ഒരു വിധത്തിൽ ഉമർ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് കയറി. പക്ഷേ കൈ ചലിക്കുന്നില്ല, കാല് ചലിക്കുന്നില്ല, സർവ്വനാഡീ വ്യൂഹങ്ങളും തളർന്നു പോയതുപോലെ ഒട്ടകപ്പുറത്ത് കമന്ന് കിടന്നു പോയി ഉമർ പൊട്ടിക്കരയുന്നു. ഒട്ടകം ഉമറിനെയും കൊണ്ട് കൊട്ടാരമുറ്റത്തെത്തി, തന്റെ വീടിന്റെ മുറ്റത്തെത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരേ ഒരു ആയത്ത്, ഒരേ ഒരു സൂക്തം, അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ പോകുന്നു എന്നൊരൊറ്റ സൂക്തം കേട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലെത്തി ഉമറിനെ ഭാര്യ താങ്ങി പിടിച്ച് കിടത്തി, ഉപ്പുതപ്പിട്ട് മൂടി ഉമറിന്റെ മുകളിലേക്ക്. സഹോദരങ്ങളെ, ആ കിടന്ന കിടപ്പാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. 3 മാസത്തേക്ക് പനി പിടിച്ചിട്ട് ഉമർ എഴുന്നേറ്റിട്ടില്ല. അതാ കിടന്ന ഉമർ 3 മാസം പനി പിടിച്ച് കിടന്ന് വിറച്ചു പോയി ഉമർ. എല്ലാവരും ചോദിച്ചു, ഉമറെ എന്ത് പറ്റിപ്പോയി, ഉമറിന് എന്ത് പറ്റി എന്ന് ആർക്കും അറിയില്ല. ഒരേ ഒരായത്ത് കേട്ട ഉമർ 3 മാസക്കാലം പനി കിടച്ച് കിടന്ന് വിറച്ചു പോയെങ്കിൽ ഇതിനു മുമ്പ് ഉമർ ഈ ആയത്ത് കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് ഇതിനു മുമ്പ് ഉമർ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ പലപ്പോഴും മഗ്രിബ് നമസ്കാരത്തിൽ പതിവായി ആയത്ത് പാരായണം ചെയ്യാറുണ്ട്. പക്ഷേ പാതിരാവിന്റെ നിശബ്ദതയിൽ ഏകനായി ഉമർ ഇത് കേട്ട് കഴിഞ്ഞപ്പോ, മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ 3 മാസത്തോളം പനി പിടിച്ച് പേടിച്ച് വിറച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് കടിഞ്ഞു പോയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിക്ക് വന്ന പരിവർത്തനം എവിടെ? ഒരായത്ത് കേട്ടിട്ട് 3 മാസത്തോളം കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് കിടന്നു പോയ ഉമർ അവസാനം മരിക്കാൻ കിടക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമ്മുടെ മരണം നല്ല മരണമാക്കി പെരുമാറാകട്ടെ. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഒരു 7 വയസ്സുകാരി പെൺകൊടി, അവളുടെ പേര് സദാക്കോ എന്നാണ്. മിക്കവാറും എനിക്കോ നിങ്ങൾക്കോ അവരെ പരിചയമുണ്ടാകാൻ വഴിയില്ല. കാരണം അവൾ ഇന്ത്യക്കാരിയല്ല, പ്രത്യേകിച്ച് മലയാളിയല്ല. ആ 7 വയസ്സുകാരി പെൺകൊടിയുടെ ജന്മദേശം അവൾ അങ്ങകലെ, നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കാതങ്ങൾക്കകലെ ജപ്പാനിലാണ് സദാക്കോ എന്ന ഈ പെൺകുട്ടിയുടെ ജനനം. 7ാമത്തെ വയസ്സിൽ അവൾ ഈ ഭൂലോകത്ത് നിന്ന് വിട പറഞ്ഞു. അവൾ ഈ ഭൂലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ പാതിരാ സമയത്ത് ഈ ഒരു സദസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ പെൺകൊടിയുടെ നാമം ഇവിടെ പരാമർശിക്കപ്പെടുന്നു എങ്കിൽ തീർച്ചയായും അവൾക്ക് എന്തോ പ്രത്യേകതകളുണ്ട്. തീർച്ചയായും അവൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ അവൾ ഇടം നേടിയെങ്കിൽ 5ാമത്തെ വയസ്സിൽ ജപ്പാനിലെ ദേശീയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ബാല അത്ലറ്റ് എന്ന് പേരെടുത്ത, കലാ കായിക വിനോദങ്ങളിൽ ഒന്നാമതെത്തിയ, ജപ്പാനിലെ മാധ്യമ ശ്രദ്ധ മുഴുവനും പിടിച്ചുപറ്റിയ, ജപ്പാനിലെ വാർത്താ മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം തേടിയ 5ാമത്തെ വയസ്സിൽ തന്നെ കലാ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച സദാക്കോ എന്നൊരു പാവപ്പെട്ട പെൺകുടി 6ാമത്തെ വയസ്സിൽ പതിവ് പോലെ സ്വന്തം സ്കൂളിന്റെ മുറ്റത്ത് അവൾ കായിക വിനോദങ്ങൾക്ക് വേണ്ടി റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഓട്ടത്തിന്റെ ഇടയിൽ ആ പെൺകുട്ടി ബോധരഹിതയായി താഴെ വീണു. ആ താഴെ വീണ പെൺകുട്ടിയെ താങ്ങിയെടുത്ത് അധ്യാപകരും സുഹൃത്തുക്കളും ഹോസ്പിറ്റലിൽ എത്തിച്ചു. വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം തെളിയിക്കപ്പെട്ടു രക്താർബുദം, ലുക്കീമിയ, രക്താർബുദം എന്ന മാരകമായ രോഗത്തിന്റെ അടിമയായി കഴുത്തിന് കീഴ്ഭാഗത്തോട്ട് ശരീരത്തിന്റെ മുഴുവൻ ചലനവും നഷ്ടപ്പെട്ട് ശയ്യാവലംബിയായി സദാക്കോ സസാക്കി എന്ന ഈ 6 വയസ്സുകാരി പെൺകുടി കഴുത്തിന്റെ കീഴ്ഭാഗത്തേക്ക് ശരീരത്തിന്റെ ചലനം മുഴുവനും നഷ്ടപ്പെട്ട് ശയ്യാവലംബിയായി വീട്ടിൽ കിടന്ന ആ പാവപ്പെട്ട പെൺകുട്ടിയെ കാണാൻ അനേകായിരം ആളുകൾ ഓടിയെത്തി. കാണുന്ന ആളുകൾക്ക് മുഴുവനും വേദനയും ദുഃഖവും നൽകിയ ആ പെൺകുട്ടിയോട് സന്ദർശിക്കാൻ വന്ന ആരോ ജപ്പാനിൽ നിലനിന്ന ഒരു ഐതിഹ്യം പറഞ്ഞു കൊടുത്തു അത്രേ. ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ
കടലാസ് കൊണ്ട് ഒരാൾ 1000 കൊക്കുകളെ നിർമ്മിച്ചാൽ ആ 1000 കൊക്കുകളെ നിർമ്മിച്ചു തീരുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം പൂവണിയും. അത് ജപ്പാനിലെ ഒരു ഐതിഹ്യമാണ്, ഒരു പഴമൊഴി. കടലാസുകൾ കൊണ്ട് 1000 കൊക്കുകളെ നിർമ്മിക്കുക. ഈ സദാക്കോ എന്ന ജീവിതത്തിന്റെ എല്ലാ ആശകളും മരവിച്ചു പോയി പെൺകൊടിയോട് ആരോ പറഞ്ഞു, കടലാസുകൾ കൊണ്ട് 1000 കൊക്കുകൾ നിർമ്മിക്കാൻ. ജീവിതത്തിലേക്ക്, തന്റെ സ്വപ്നത്തിന്റെ ജാലകങ്ങളിലേക്ക് ജാലകവാതിലും തുറന്നു കിടന്ന് ചിത്രശലഭങ്ങളോടും പൂമ്പാട്ടുകളോടും കളിവാക്ക് പറഞ്ഞ് തുള്ളിച്ചാടി നടന്ന ആ പാവപ്പെട്ട പെൺകൊടി നഷ്ടപ്പെട്ടു പോയ തന്റെ ജീവിതത്തിന്റെ പ്രസരിപ്പ് തിരിച്ചെടുക്കാൻ ചലനാത്മകത മാത്രം നിലനിൽക്കുന്ന കൈകൾ കൊണ്ട്, കടലാസുകൾ കൊണ്ട് കൊക്കുകളെ നിർമ്മിക്കാൻ തുടങ്ങി. കൊക്കുകൾ കുമിഞ്ഞുകൂടിയവളുടെ കട്ടിലിന്റെ ഭാഗത്ത്. പക്ഷേ വിധി വൈപരീതം എന്ന് പറയട്ടെ, കൊക്കുകൾ 1000 തികയുന്നതിന് മുമ്പ് തന്നെ സ്നേഹിച്ചവർക്കെല്ലാം ദുഃഖവും സങ്കടവും നൽകി 7ാമത്തെ വയസ്സിൽ സദാക്കോ സസാക്കി എന്ന ഈ പെൺകുട്ടി ഈ ഭൂലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി. ഇന്നും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഓഗസ്റ്റ് 6-ാം തീയതി എല്ലാ വർഷവും ജപ്പാനിൽ നിന്നൊരു പ്രതിനിധി സംഘമെത്തും. ഈ സദാക്കോയുടെ പേരിൽ നഷ്ടപ്പെട്ടു പോയ അനേകായിരങ്ങളുടെ സ്മരണയെന്നോണം രക്തപുഷ്പങ്ങൾ അവിടെ അർപ്പിക്കപ്പെടും. സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രഭാഷണം തുടങ്ങുമ്പോ ഈ ത്രിദിന പ്രഭാഷണത്തിന്റെ ആമുഖമായി സദാക്കോ എന്ന 7 വയസ്സുകാരിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്, ഈ സദാക്കോ ആരെന്നറിയുമോ? ഈ സദാക്കോയെ പോലെ കോടാനു കോടി ജനങ്ങളുടെ ജീവിതം തന്നെ കാർന്നു നിന്ന എന്ന് പറഞ്ഞാൽ 1945 അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രസരണം നടത്തുമ്പോ 2 വയസ്സുകാരിയാണ് ഈ സദാക്കോ എന്ന പെൺകുടി. ഹിരോഷിമയിലാണ് അവളുടെ വീട്. തന്റെ ചെറ്റക്കുടിലിന്റെ ജാലകത്തിൽ കയ്യും പിടിച്ചുകൊണ്ട് 2 വയസ്സുകാരി ഈ സദാക്കോ കളിക്കൂട്ട പ്രായത്തിൽ നടക്കുമ്പോഴാണ് അമേരിക്കയുടെ അണുബോംബിന്റെ വിസ്ഫോടനം ഉണ്ടാകുന്നതും 2ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ അണുബോംബിന്റെ പ്രസരണത്തിന്റെ ആണവ വികിരണങ്ങളേറ്റാണ് 7ാമത്തെ വയസ്സിൽ ഈ പെൺകൊടി തന്റെ ജീവിതത്തിന്റെ ഒരു യൗവനം പോലും സ്വപ്നം കാണാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതെങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിത വിപ്ലവം എന്ന ചരിത്രം തന്നെ പരിചയപ്പെടുത്തിയ 2 ലോകമഹായുദ്ധങ്ങളുടെ ഈ സദാക്കോയെ പോലെ അനേകായിരങ്ങളെ നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമാക്കി മാറ്റിയ അനേക ലക്ഷം ആളുകളുടെ കൈകാലുകൾ വെട്ടിയെറിയപ്പെട്ട കോടാനു കോടി സ്ത്രീകളെ വിധവകളാക്കപ്പെട്ട, എന്തിനേറെ ഈ സംഭവം നടന്നിട്ട് 1 നൂറ്റാണ്ട് തികയാൻ പോകുമ്പോഴും ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ പോലും നൂറ്റാണ്ട് 1 മുമ്പ്, 1/4 നൂറ്റാണ്ട് മുമ്പ് പ്രയോഗിക്കപ്പെട്ട അണുബോംബിന്റെ പ്രസരണങ്ങളേറ്റ് ഇന്നും അംഗവൈകല്യമുള്ളവരായി ജനിക്കപ്പെടുമ്പോ ലോകമഹായുദ്ധത്തിന്റെ രക്തസാക്ഷികളുടെ പ്രതീകമാണ് സദാക്കോ എന്ന പെൺകൊടി. ഈ സദാക്കോയുടെ പേരിൽ ഇന്നും ജപ്പാനിൽ ചില ക്ലബ്ബുകൾ നിലവിലുണ്ട്. ദ 1000 ക്രോർസ് ക്ലബ്ബ്, 1000 കൊക്കുകളുടെ ക്ലബ്ബ് എന്നാണ് അതിനെക്കുറിച്ച് അറിയുക. പലപ്പോഴും ഓഗസ്റ്റ് 6-ാം തീയതി നമ്മുടെയൊക്കെ സ്കൂളുകളിൽ കടലാസുകൾ കൊണ്ട് കുട്ടികളെ കൊക്കുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കാറുണ്ട്. അത് ഈ സദാക്കോയുടെ സ്മരണാർത്ഥമാണ്. സഹോദരങ്ങളെ, ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇദ്ദേഹം എന്താ പരാമർശിക്കുക എന്ന്. ഈ സദാക്കോയെ പോലെ അനേക ലക്ഷം ആളുകളെ ലോകത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിത വിപ്ലവം, മനുഷ്യരുടെ തലകൾ മുഴുവനും കൊയ്തരിയപ്പെട്ട, ഒരു ഭൂപ്രദേശം മുഴുവനും, ഒരു നാട് മുഴുവനും ഭസ്മമായി ചുട്ടുകരിക്കപ്പെട്ട, ലോകത്തിൽ മനുഷ്യന്റെ ചരിത്രം ഈ ലോകത്ത് നിലനിൽക്കുവോളം കാലം മനുഷ്യന് മറക്കാൻ കഴിയാത്ത ഒരു തീരാ ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും മനുഷ്യനെ കടത്തിവിട്ട 2 ലോകമഹായുദ്ധങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തായിരുന്നു? ലോകമഹായുദ്ധം ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷേ ഇത്രയും വലിയ ലോകത്തിലെ ഈ തീരാ കെടുതി മനുഷ്യന് സമ്മാനിച്ച ഈ ലോകമഹായുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു? അതിന്റെ പിന്നാമ്പുറങ്ങളുടെ അകവെളിച്ചങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴാണ് നാം പൂർണ്ണമായി മനസ്സിലാക്കേണ്ട വസ്തുതകളിലേക്ക് വെളിച്ചം വീശുക. ഈ ലോകമഹായുദ്ധത്തിന്റെ ലോക വൻകിട രാഷ്ട്രങ്ങൾ 2 ചേരികളിൽ നിന്ന് പോരാടാനുള്ള കാരണം ആസ്ട്രിയയുടെ കിരീടാവകാശിയായ ഫെർഡിനൻഡ് രാജാവും അദ്ദേഹത്തിന്റെ പത്നി സോഫിയയും സരയാവോ നഗരത്തിലൂടെ പുഷ്പാലങ്കൃതമായ തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ
തൊട്ടടുത്ത ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഉൾഭാഗത്തിരുന്ന് 25 വയസ്സുകാരനായ ഗൗറിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവാക്കൾ ഗൂഢാലോചന നടത്തുകയും അവരുടെ കൈകളിൽ നീട്ടിപ്പിടിച്ചിരുന്ന തോക്കിന്റെ കാഞ്ചിയിലേക്ക് വിരലമർത്തപ്പെടുമ്പോ പാഞ്ഞു വന്ന വെടിയുണ്ട ഫെർഡിനൻഡ് രാജാവിന്റെ നെഞ്ചു തുളച്ചുകൊണ്ട് അകത്തേക്ക് പതിഞ്ഞ് ഫെർഡിനൻഡ് രാജാവും പത്നി സോഫിയയും രക്തത്തിൽ കുളിച്ച് സരയാവോ നഗരത്തിലെ പുഷ്പാലങ്കൃതമായ ജീപ്പിന്റെ നടുഭാഗത്തേക്ക് മരിച്ചു വീടുമ്പോ തങ്ങളുടെ യുവരാജകുമാരന്റെ വധത്തിന്റെ ഉത്തരവാദികളെ പിടിച്ചു കെട്ടണമെന്ന ആഗ്രഹത്തോടെ ആസ്ട്രിയ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടുകയും ആസ്ട്രിയക്ക് അമേരിക്കയും ഇംഗ്ലണ്ടും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയും മറുഭാഗത്ത് ജപ്പാനും ജർമ്മനിയും പ്രതിരോധത്തിന്റെ തന്ത്രങ്ങൾ മെനയുകയും ചെയ്തപ്പോഴാണ് 1914 ലോകത്തിന്റെ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാഹളധ്വനി ഈ ലോകത്ത് മുഴക്കപ്പെട്ടതെങ്കിൽ ഞാൻ പറയുന്നു ലോക മനുഷ്യന് പോലും മറക്കാൻ കഴിയാത്ത, ലോക ചരിത്രത്തിന് മായ്ക്കാൻ കഴിയാത്ത അനേകായിരങ്ങളെ, അനേക ലക്ഷങ്ങളെ, കോടാനുകോടികളെ പതിത കോടികളാക്കി മാറ്റിയ, നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമാക്കി മാറ്റിയ, ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരിതം ഈ ലോകത്തിന് സമ്മാനിച്ച ലോകമഹായുദ്ധത്തിന്റെ ഒരേ ഒരു കാരണം ഒരുപറ്റം യുവാക്കളുടെ മനസ്സിന്റെ ചാഞ്ചല്യം തെറ്റിപ്പോയപ്പോ, ഒരുപറ്റം യുവാക്കളുടെ മനസ്സിന്റെ ഒരു നിമിഷത്തിലേക്കുള്ള താളഭ്രംശം സംഭവിച്ചു പോയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീരാ ദുഃഖത്തിന്റെ കാരണമെങ്കിൽ വഴിതെറ്റുന്ന യുവത ഈ ലോകത്തൊരു പ്രശ്നം തന്നെയാണ്. ഒരു വിഭാഗം യുവാക്കളുടെ മനസ്സ് ഒരു സമയത്തേക്ക്, ഒരു അല്പനേരത്തേക്ക് താളം തെറ്റിപ്പോയപ്പോ ലോകം അനുഭവിച്ച കെടുതി അത് ലോകത്തിന്റെ ചരിത്രത്തിൽ മായ്ക്കാൻ കഴിയില്ല. വഴിതെറ്റുന്ന യുവത, ഈ സമൂഹത്തിന്റെ യുവാക്കളുടെ മനസ്സ് വഴിതെറ്റുന്ന യുവതയുടെ പോക്ക് ഈ സമൂഹത്തെ എന്നല്ല, ഈ നാടിനെ എന്നല്ല, ഈ ഭൂലോകത്തെ മുഴുവനും ഭസ്മമാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അല്പം കൂടി സൗണ്ട് വെക്കാവോ? ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം, നാം നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്ക്. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി മുഴുവനും കൂടിയിട്ട് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം തീരുമാനിക്കുന്നു, വഴിതെറ്റിപ്പോകുന്ന ഈ യുവതയെ എങ്ങനെയാണ് സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഈ സമൂഹത്തിന് സത്യത്തിന്റെ പ്രബോധനം നടത്തേണ്ട മഹല്ലിന്റെ ഇമാമിയങ്ങൾ കൂലങ്കശമായി ചിന്തിക്കുന്നു. അതാചാര സദാചാര തകർച്ച അനുഭവിക്കുന്ന ഈ സമൂഹത്തെ എങ്ങനെയാണ് സംസ്കാരത്തിന്റെ വാഹകരാക്കുക. ലോകത്തുള്ള സാമൂഹിക നായകന്മാരും സാംസ്കാരിക നായകന്മാരും തലപുകഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈ സമൂഹത്തെ എങ്ങനെയാണ് നന്നാക്കുക. വഴിതെറ്റിപ്പോകുന്ന യുവത സദാചാരം നഷ്ടപ്പെട്ടുപോയ ദുരാഗ്രഹത്തിന്റെയും ദുരാചാരത്തിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹശീഷിന്റെയും ഗഞ്ചാബിന്റെയും ചൂതാട്ടത്തിന്റെയും ചൂതുകളുടെയും എന്നുവേണ്ട സർവ്വതിന്റെയും വിളനിലങ്ങളായി മാറിപ്പോകുന്ന യുവത, ഈ സമൂഹം മുഴുവനും ഒരു രീതിയിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു പായുമ്പോഴും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികസനം മുഴുവനും മനുഷ്യന്റെ കാലുകളിൽ ചക്രം ഘടിപ്പിച്ചതുപോലെ മനുഷ്യൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു പായുമ്പോഴും അവൻ അനുഭവിച്ചു പോകുന്ന സദാചാര തകർച്ച ലോകത്തുള്ള മനസ്സാക്ഷിയുള്ള മനുഷ്യന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് സാമൂഹ്യ ക്രമം മാറിക്കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തിൽ പുരോഗതിയുടെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അങ്ങകലെ ചന്ദ്രനിൽ പോയി പോലും തട്ടുകട തുടങ്ങാൻ മനുഷ്യൻ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പാത്ത് ഫൈൻഡറും സോജേർണറും ചൊവ്വയിലേക്കും വ്യാഴത്തിലേക്കും കുതിച്ചുയരുമ്പോ ഈ ആകാശം മുഴുവനും ലോകം മുഴുവനും മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമ്പോഴും സ്വന്തം മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്തൊരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. ഈ ഗോളങ്ങൾ മുഴുവനും നമ്മുടെ കയ്യിൽ, ഈ ലോകം മുഴുവനും ഗ്ലോബൽ വില്ലേജ് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുമ്പോ ഈ ലോകം മുഴുവനും ഒരു ചെറിയ ഗ്ലോബ് പോലെ, ഒരു പന്ത് പോലെ ഉള്ളം കൈയുടെ ഉള്ളിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നു. പക്ഷേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. സ്വാമി വിവേകാനന്ദൻ ചോദിച്ചതുപോലെ, മനുഷ്യ, ആകാശത്തുകൂടി ഒരു പറവയെ പോലെ പറന്ന് നടക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്, പക്ഷേ ഭൂമിയുടെ മുകളിലൂടെ ഒരു മനുഷ്യനെ പോലെ നടക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ എന്ന്. ആകാശത്തുകൂടി പക്ഷിയെ പോലെ പറക്കാൻ നിനക്ക് കഴിയും, പക്ഷേ സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു, ഭൂമിയുടെ മുകളിലൂടെ ഒരു മനുഷ്യനെ പോലെ നടക്കാൻ നിനക്കെന്തേ കഴിയുന്നില്ല. ഈ യുവത ചെയ്തു കൂട്ടുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും ലോകം സ്വായത്തമാക്കി കഴിഞ്ഞപ്പോ കൂണുപോലെ പട്ടണ പ്രദേശങ്ങളിൽ മുളച്ചു പൊന്തുന്ന ഇന്റർനെറ്റ് കഫേകളുടെയും സൈബർ കഫേകളുടെയും ഇതിന്റെ വെളിച്ചത്തിൽ സന്ധ്യാസമയമാകുമ്പോൾ നിയോൺ ബൾബുകളുടെ അരണ്ട വെളിച്ചത്തിൽ പോയി ഇന്റർനെറ്റിന്റെ ചാറ്റിംഗ് നടത്തിയിട്ട് അതിന്റെ കീഴിലുള്ള അശ്ലീല
രംഗങ്ങൾ മുഴുവനും ജീവിതത്തിന്റെ കിടപ്പുമുറിയിൽ കണ്ടുകൊണ്ട് ലോകത്തിൽ അരാധകത്വത്തിന്റെ വക്താക്കളാക്കി ഈ ലോകത്തിന്റെ സർവ്വതെമ്മാടിത്തരത്തിന്റെയും വക്താക്കളായി ഈ ലോകത്തിന്റെ യുവസമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 12 വയസ്സുകാരൻ പോലും 7 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന വർത്തമാനകാല സാഹചര്യത്തിലേക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന വിദ്യാർത്ഥി യൂണിഫോം പോലും ഒന്ന് മാറാൻ സമയം കിട്ടാതെ വീട്ടിൽ ഒരു നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ഒരൽപ്പം പഞ്ചസാര വാങ്ങിക്കാൻ പലചരക്ക് കടയിൽ പോകുന്ന പെൺകുടിയെ അവളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന 12 വയസ്സുകാരനായ ഒരു ബാലൻ ജീവിതത്തിന്റെ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത, സത്യാസത്യ വിവേചനം പോലും നടത്താൻ കഴിയാത്ത 12 വയസ്സുകാരനായ ഒരു ബാലൻ പഞ്ചസാരയും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പുള്ളിപ്പാവാടക്കാരിയെ കടന്നുപിടിച്ച് ബഹളം വെക്കുമ്പോൾ അവളെ വായി കൂട്ടിപ്പിടിച്ച് അവസാനം ആ പെൺകൊടിയുടെ മാനം മുഴുവനും കവർന്നെടുത്തിട്ട് അവളെ കൊണ്ടുപോയി അടുക്കളയുടെ സ്ലാബിന്റെ കീഴിൽ കൈകാലുകൾ വെട്ടിയെരിഞ്ഞിട്ട് ചാക്കിന്റെ ഉള്ളിൽ കെട്ടിവെക്കാൻ മാത്രം ഒരു 12 വയസ്സുകാരൻ ബാലൻ പോലും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിന്റെ ചുവരെഴുത്തുകൾ ഇതിനേക്കാൾ പറ്റിയൊരു വാർത്ത നമുക്ക് പറയാനില്ല. ഉണ്ടോ? പറയാനുണ്ടോ? പറയാനില്ല. 12 വയസ്സുകാരന്റെ മുന്നിലൂടെ, വേണ്ട 10 വയസ്സുകാരന്റെ മുന്നിലൂടെ 2 വയസ്സുകാരി പെണ്ണാണെങ്കിൽ അവൾക്ക് ഇഴഞ്ഞു നടക്കാൻ പോലും ധൈര്യം വരാത്ത കാലം ഈ സമൂഹം ചെയ്തു കൂട്ടുന്ന ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് പോവുക? വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റയിൽ ഫസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഒരു കേസെത്തി. കേസ് എന്താണെന്നറിയുമോ? മകളാണ് പിതാവിനെതിരെ കേസ് കൊടുക്കുക. 33 വയസ്സുകാരിയായ മകൾ പിതാവിനെതിരെ 62 വയസ്സുകാരനായ പിതാവ്, 33 വയസ്സുകാരിയായ യുവതി മകൾ പിതാവിനെതിരെ കേസ് കൊടുക്കുന്നു. എന്റെ പിതാവ് എന്നെ മാനഭംഗം ചെയ്യാൻ ശ്രമിക്കുന്നു, എനിക്ക് സംരക്ഷണം നൽകണം. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കേസെത്തി. പിതാവിനെ പ്രതിക്കൂട്ടിൽ കയറ്റി വിചാരണ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റിന്റെ ചേംബറിന്റെ മുന്നിൽ നിന്നിട്ട് 62 വയസ്സുകാരനായ തന്റെ മകളെ സദാചാരം പഠിപ്പിച്ചു കൊടുക്കേണ്ട പിതാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ, കഴിഞ്ഞ 13 വർഷക്കാലമായി ഞാനും എന്റെ മകളും തമ്മിൽ അവിഹിതമായ ബന്ധമുണ്ട്. ഇപ്പോൾ അവൾ ചില ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ എന്നെ കോടതി കയറ്റിയതാണ്. ബഹുമാനപ്പെട്ട കോടതി ഇത് മനസ്സിലാക്കണമെന്ന് ഫസ്റ്റ് ജുഡീഷ്യൽ ഒരു ന്യായാധിപന്റെ മുന്നിൽ ചേംബറിൽ വെച്ചുകൊണ്ട് ഞാനും എന്റെ മകളും തമ്മിൽ 12 വർഷമായി വടിവിട്ട ലൈംഗികതയുണ്ട് എന്ന് ഒരു പിതാവ് പോലും തെളിച്ചു പറയുന്ന ഒരു കാലത്തിലേക്ക് ഈ സമൂഹം മാറുമ്പോ സമകാലീന കേരളമേ ലജ്ജിക്കുക. നമ്മുടെ സമൂഹത്തിന്റെ ദുരന്ത ചിത്രങ്ങളാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുവത ചെയ്തു കൂട്ടുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി യുവത ചെയ്തു കൂട്ടുന്ന, എന്തിനേറെ യുവതികളും യുവാക്കളും അടങ്ങുന്ന സമൂഹം കുറെ കാലങ്ങൾക്ക് മുമ്പ് ക്യാമ്പസുകളെ പ്രണയത്തിന്റെ പൂവിട്ട് മുട്ടിട്ട് കൊണ്ടുവന്ന് ക്യാമ്പസിലെ പ്രണയം മുട്ടിട്ട് ആ കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അവൻ അന്യസമുദായക്കാരനും കീഴ്ജാതിക്കാരനും ആയതിന്റെ പേരിൽ സ്വന്തത്തിന്റെ പിതാക്കന്മാര് വിവാഹം നടത്താൻ ധൈര്യപ്പെടാത്തപ്പോ മറ്റൊരാളുമായി വിവാഹം കഴിച്ച് സ്വന്തം കാമുകന്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്താൽ സ്വന്തം കഴുത്തിൽ മിന്നുകെട്ടിയ ഭർത്താവിന് മൂന്നാറിലേക്ക് വിനോദയാത്രയുടെ പേരും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൂട്ടിയിട്ട് വാടക കൊലയാളിയെ സ്വന്തം കാമുകന്റെ കയ്യിൽ സ്വന്തം ഭർത്താവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം മൊബൈൽ ഫോണിലൂടെ സ്വന്തം ഭർത്താവിനെ കൊല്ലാനുള്ള ഇടം കാട്ടിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പെണ്ണതപ്പതിക്കുമ്പോ വിനോദയാത്രയുടെ പേരും പറഞ്ഞ് ഭാര്യയുടെ തൊട്ടടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ ഭാര്യയുടെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ രഹസ്യ കാമുകന്റെ സഹായത്തോടെ കഴുത്തിൽ കയറിട്ട് കൊലപ്പെടുത്തുന്ന യുവതികളുടെ കാലം വരുമ്പോ ഈ ലോകം വരുന്ന ഏറ്റവും വലിയ വിപത്തിലേക്കാണ് ഇത് ചൂണ്ടിക്കൊണ്ടുപോവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നത് എന്താണ്. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നത് എന്തിനാണെന്ന്. ഒരു നേരം മദ്യപിക്കാനുള്ള കാശിന് വേണ്ടി പാവപ്പെട്ട ടാക്സി ഡ്രൈവറെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളുന്ന യുവാക്കളുടെ കാലം. അതിലുമുണ്ടാകും മുസ്ലിം ചെറുപ്പക്കാർ. അങ്ങനെ ഒരു തൗഫീഖ് ഉണ്ട്. ഏത് കാര്യം എടുത്താലും ബറക്കത്തിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ പേരുണ്ടാവും, അല്ലേ? ഏത് കാര്യം എടുത്താലും ബറക്കത്തിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ പേര്. ഏത് പെൺവാണിപ്പ് എടുത്താലും ബറക്കത്തിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ ഒരു ബിസ്മി പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ. ഏതിലായില്ലാത്തത് കടവന്ത്ര പെൺവാണിപത്തിലുണ്ട്, കിളിരൂര് പെൺവാണിപത്തിലുണ്ട്, വിതുര പെൺവാണിപത്തിലുണ്ട്, പിന്നെ ഇപ്പൊ അടുത്ത് നടന്നേതാ കവിയൂര് പെൺവാണിപത്തിലുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ഓരോ സൂര്യലിയിലെ കാര്യം പിന്നെ പറയേണ്ട. ഒരു ജുമൈക്കുള്ള ആളുണ്ടായിരുന്നു, 40 പേരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുമ്പോ
ഈ ഒരവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും സദാചാര തകർച്ചയുടെ, നിലവാര തകർച്ചയുടെ, മദ്യവും മയക്കുമരുന്നും ഹശീഷും ഗഞ്ചാവുമൊക്കെ ബസിന്റെ സീറ്റിന്റെ അടിയിൽ ഒളിച്ചു കൊണ്ടുവരുന്ന ഗഞ്ചാവുമായി പിടിച്ചു വെക്കുന്ന യുവാവ്, ആ യുവാവ് 23 വർഷക്കാലമായി ഗഞ്ചാവിന്റെ അടിമയാണെന്ന് പത്രമാധ്യമങ്ങൾ രേഖപ്പെടുത്തുമ്പോ കൂടുതൽ പത്രമാധ്യമങ്ങളുടെ സകലങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ മുന്നോടി നടത്തപ്പെടുന്ന ഈ മതപ്രഭാഷണത്തിന്റെ വേദിയിൽ, ഈ മജ്‌ലിസുൽ ഇൽമിൽ നാം ഒരുമിച്ച് കൂടുമ്പോ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ഇരിക്കുമ്പോ, ഇതേപോലെ കോരിച്ചൊരിയുന്ന ഒരു മഴ പെയ്താൽ ആ മഴത്തുള്ളികൾ മുഴുവനും ഇരിക്കുന്ന മനുഷ്യന്റെ തലയിലൂടെ, റിസാലത്തിന്റെ ശരീരത്തിന്റെ തലമുടിയിലൂടെ ആ മഴത്തുള്ളികൾ മുഴുവനും ചോർന്നൊലിക്കുന്ന മദീനത്തെ പള്ളിയിലിരുന്ന് ഇതുപോലൊരു ചോർന്നൊലിക്കുന്ന മഴ പെയ്യുമ്പോ ആ മഴത്തുള്ളികൾ മുഴുവനും അവിടുത്തെ റിസാലത്തിന്റെ തലമുടിയുടെ രോമങ്ങളിലൂടെ താഴെ കുലിച്ചൊടുക്കുന്ന മദീനത്തെ പള്ളിയുടെ മിഹ്റാബിന്റെ കീഴിലിരുന്നിട്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുയായികളോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, കൈഫ അന്തും ഇദാ തഗാ നിസാഉകും വഫസക ശബാബുകും. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു തന്റെ അനുചരന്മാരോട്, 21-ാം നൂറ്റാണ്ടിലല്ല, 20-ാം നൂറ്റാണ്ടിലല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ബിഫോർ 1400 years ago, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ തന്റെ മുന്നിലിരിക്കുന്ന അനുചരന്മാരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട അനുചര വൃന്ദമേ, കൈഫ അന്തും, നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവുന്നില്ല. ഏത് സമയത്തും തന്റെ സമൂഹത്തെ കുറിച്ച് ചിന്തിച്ച പ്രവാചകൻ തന്റെ അനുയായി വൃന്ദത്തെ കുറിച്ച് ഏത് സമയത്തും പതിതമായ മനസ്സോടെ ചിന്തിച്ച പ്രവാചകൻ ചോദിക്കുന്നു, കൈഫ അന്തും, എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, നിങ്ങളുടെ അവസ്ഥ എന്താ? ഇതോ തഗാനിസാഉകും വഫസക ശബാബുകും. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, എനിക്ക് പിറകെ ഒരു കാലം വരാനുണ്ട്. ഇദാ തഗാനിസാഉകും, എന്റെ സമൂഹത്തിലെ പെണ്ണുങ്ങളെല്ലാം അഹങ്കാരികളായി കഴിഞ്ഞാൽ, ഈ സമൂഹത്തിന്റെ യുവതികൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ, അള്ളാന്റെ പ്രവാചകൻ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് തഗാനിസാഉകും, ഈ സ്ത്രീകൾ മുഴുവൻ അഹങ്കാരികളായി കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഖുർആൻ തഗ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതാരെ കുറിച്ചെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയും സർവാധിപതിയും സ്വേച്ഛാധിപതിയുമായി സ്വന്തം ചമഞ്ഞ ഈ ലോകത്തിന്റെ സർവാധിപതിയായ റബ്ബ് ഞാനാണെന്ന് വീരവാദം മുടക്കിയ, അനല്ലദീ മുൽക്കു മിസ്റ, ഞാനാണ് മിസ്റിന്റെ സർവാധിപതി എന്ന അവകാശവാദം മുടക്കിയ, വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തീ, ഈ മിസ്റിന്റെ നൈൽ നദി പോലും ചലിക്കുന്നത് എന്റെ ചൂണ്ടുവിരലിന്റെ കൽപ്പനത്തിന് അനുസൃതമായിട്ടാണെന്ന് വീരവാദം മുടക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിറഔൻ ഉണ്ടല്ലോ, ആ ഫിറഔനിനെ കുറിച്ച് വിശേഷിപ്പിക്കാനാണ് ഖുർആൻ ഈ പദം ഉപയോഗിക്കുക. ഇദ്ഹബു ഇലാ ഫിറഔന ഇന്നഹു തഗാ, ഈ ഫിറഔൻ ഏറ്റവും വലിയ അഹങ്കാരിയായി. തഗ എന്ന് പറയുന്ന പദം ഫിറഔനിനെ കുറിച്ചാണ് ഖുർആൻ പറയുക. എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ പ്രതീകമാവുക, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ വഴിവിട്ട് അഹങ്കരിക്കുന്നവർക്ക് കുറിച്ചാണ് ഈ പദം ഉപയോഗിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതേ പദം കടമെടുത്ത് പറയുകയാ, ഇദാ തഗാ നിസാഉകും, ഈ സമൂഹത്തിന്റെ പെണ്ണുങ്ങളെല്ലാവരും അഹങ്കാരികളായാൽ, സമ്പത്തിനൽപ്പം കുമിഞ്ഞുകൂടി കഴിയുമ്പോ ഭർത്താവ് മണലാരുണ്യത്തിൽ പോയിട്ട് പാടുപെട്ടിട്ടുണ്ടാക്കുന്ന പെട്രോളറിന്റെ ഉച്ചിത്തം മുഴുവനും വീട്ടിലേക്ക് വന്ന് കുമിഞ്ഞുകൂടുമ്പോ, ഭർത്താവ് തന്റെ ശരീരത്തിന്റെ രക്തം മുഴുവനും വിയർപ്പാക്കിയിട്ട് ഏതോ അറബിയുടെ മുന്നിൽ പോയി അട്ടാംഗ പ്രണാമം ചെയ്തിട്ട് അവൻ അയച്ചു കൊടുക്കുന്ന കാശ് മുഴുവനും, ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് അത് മാറാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ വരാന്തയിലൂടെ ഉടുതുണിയുടെ പോലും മറക്കാട് നിറഞ്ഞു നടക്കുന്ന മുസ്ലിം പെണ്ണിന്റെ കാലം വന്നാൽ, അള്ളാന്റെ പ്രവാചകൻ പറയുകയാ, സമ്പത്തിന്റെ പേരിൽ ഈ സമൂഹത്തിന്റെ പെണ്ണുങ്ങൾ അഹങ്കരിക്കുന്ന ഒരു കാലം വരുമ്പോ ആ സമയത്ത് ഈ സമൂഹത്തിന്റെ ജീർണാവസ്ഥ എന്താ? ലോകത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാപനങ്ങളുള്ള, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മംഗലാപുരമുണ്ട്. ധാരാളം ഇസ്ലാമിക സ്ഥാപനങ്ങളുള്ള, ഇസ്ലാമിക പരിതസ്ഥിതിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലമാ.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള വനിതാ പ്രസിദ്ധീകരണത്തിന്റെ വാർത്തയാണ് ഈ പറയുക. അത്രത്തോളം മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇസ്ലാമിക ഷിആറോടെ ചിഹ്നങ്ങളോടെ ജീവിക്കുന്ന മംഗലാപുരത്ത് അവിടുത്തെ വൈകുന്നേരമെങ്ങാനും അവിടുത്തെ ക്യാമ്പസുകളെന്ന് വിട്ടുകഴിയുമ്പോ മംഗലാപുരത്തിന്റെ ദേശീയ പാതയിലൂടെ രണ്ട് പുരുഷന്മാരുടെ നടുവിൽ ബോയ് ഫ്രണ്ട് എന്ന ഓമന പേരും പറഞ്ഞ് ആ രണ്ട് പുരുഷന്മാരുടെ ഇരു ചുമലുകളിലൂടെ തന്റെ രണ്ട് കരങ്ങളും ചേർത്ത് വെച്ച് ഉടുത്തിരിക്കുന്ന ടീഷർട്ടിന്റെ മുകളിൽ ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായിട്ട് എഴുതിക്കൊണ്ട് നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ സ്ത്രീകളുടെ കാലം വന്നാൽ അള്ളാന്റെ പ്രവാചകൻ പറയുന്നതിന്റെ 21-ാം നൂറ്റാണ്ടിലെ വിവക്ഷയിത ഉടുത്തിരിക്കുന്ന ടീഷർട്ടിന്റെ മുന്നിൽ ആ ടീഷർട്ടോ അകത്ത് നിന്നാൽ പുറം കാണാം, പുറത്തു നിന്നാൽ അകം കാണാം. ആ ടീഷർട്ടിന്റെ മുന്നിൽ പരസ്യമായിട്ട് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായിട്ട് എഴുതിക്കൊണ്ട് നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ കന്യകമാരുടെ കാലം വന്നാൽ കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി 5 നക്ഷത്ര ഹോട്ടലുകളിൽ സുഖം തേടി അലയുന്ന കടൽ കടന്നെത്തുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനും അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു പോയൊരു സമൂഹം എന്നെ ശ്രമിക്കുന്ന എന്റെ വേളാവൂരിലെ പെങ്ങന്മാരോട് ആ ഒരു സമൂഹം നിങ്ങളാണോ എന്ന് മനസ്സിരുത്തി ചിന്തിക്ക്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരൽപ്പം സമ്പത്ത് വന്നങ്ങട് കുമിഞ്ഞുകൂടി കഴിയുമ്പോ ഇത്രയും നാള് ചെറ്റക്കുടിൽ കിടന്നുറങ്ങിയിട്ട് പാതിരാത്തിൽ ഇതേപോലെ കോരിച്ചൊരിയുന്ന മഴയത്ത് കിടന്നുറങ്ങാൻ പോലും കഴിയാറ് ചിരട്ട കൊണ്ട് തറയിൽ നിന്ന് വെള്ളം എത്തിക്കളഞ്ഞിട്ട് തടപ്പായിൽ കിടന്നുറങ്ങിയ സമൂഹം, ദാരിദ്ര്യത്തിന്റെ നെരിപ്പോട് കണ്ട സമൂഹം, ഏതോ ഒരു മനുഷ്യൻ ഗൾഫിൽ പോയിട്ട് അല്പം പൈസ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന ആളുകളായി മാറുന്ന മുസ്ലിം പെങ്ങളെ കുറിച്ച് പ്രവാചകൻ പറയുകയാ, ഇതാ തൊഹാനിസാവുക്കും, ഈ സമൂഹത്തിന്റെ പെണ്ണുങ്ങൾ അതിർവരമ്പങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രവാചകൻ പറയുന്നു, ഫസക ശബാബുക്കും, ഈ സമൂഹത്തിന്റെ യുവാക്കൾ പാപത്തിന്റെ അടിമകളായി കഴിഞ്ഞാൽ, ഈ സമൂഹത്തിന്റെ യുവാക്കൾ പാപങ്ങളുടെ അടിമകളായി കഴിഞ്ഞാൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഇന്റർനെറ്റ് കഫേകളുടെയും സൈബർ കഫേകളുടെയും മുന്നിൽ പോയിട്ട് അവിടെ പോയി ഇന്റർനെറ്റ് കഫേകൾ നിയോൺ ബൾബുകളുടെ അരണ്ട വെളിച്ചത്തിൽ പോയിരുന്നിട്ട് പാതിരാത്രി മുഴുവനും പകലാക്കി മാറ്റുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് അത്തഹിയാത്തു മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയാത്ത് ചൊല്ലുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവാധിനാഥനായ റബ്ബിന്റെ സർവാധിപത്യം അംഗീകരിക്കാൻ വേണ്ടി അശ്ഹദു അല്ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അതിന്റെ ചിഹ്നമായി റബ്ബിന്റെ മുന്നിൽ സാക്ഷ്യം നിൽക്കേണ്ടതിന്റെ ചൂണ്ടുവിരല്, ഈ ചൂണ്ടുവിരൽ അല്ലാഹുവിന്റെ യജമാനന്റെ മുന്നിൽ നിന്റെ സാക്ഷ്യപത്രമായി ഉയർത്തി കാണിക്കേണ്ട ചൂണ്ടുവിരല്, അത്തഹിയാത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മുന്നിൽ അനുസരണയോടെ ഉയർത്തേണ്ട ചൂണ്ടുവിരല്, ഓ ചൂണ്ടുവിരലുമായിട്ട് ഇന്റർനെറ്റ് കഫേകളുടെ .കോമുകളുടെ ബട്ടണുകളിൽ വിരലമർത്തിയിട്ട് ലോകത്തുള്ള 140 രാഷ്ട്രങ്ങളിൽ ഏതൊക്കെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും അത് മുഴുവനും ചൂടൻ വെബ്സൈറ്റുകളിലൂടെ കണ്ടുകൊണ്ട് രസിച്ചു മതിച്ച് നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഓണത്തിന്റെ സീസണായി കഴിയുമ്പോ മദ്യമാരോ ഹലാലാക്കിയതുപോലെ ബിവറേജസ് കോർപ്പറേഷന്റെ മുന്നിൽ പോയി തള്ളുകൂടിയിട്ട് ഒരു കുപ്പി മദ്യത്തിനു വേണ്ടി തിക്കും തിരക്കും കൂടി സ്വന്തം സമുദായത്തിൽപ്പെട്ട സഹോദരന്റെ പള്ളയിലേക്ക് കത്തിക്കുരുകി കയറ്റിയിട്ട് ചൊരുക്കുന്ന കല്ലും മയക്കും കറുമ്പും അടിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊടുപ്പും ചിദാനന്ദവെത്തിക്കും മറ്റെന്തു വേണം എന്ന മുദ്രാവാക്യവുമായി ബാർ ഹോട്ടലുകളുടെ മുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, 14 നൂറ്റാണ്ട് മുമ്പ് എന്റെയും നിങ്ങളുടെയും മുത്തായ ഹബീബ് നെഞ്ചത്ത് കൈവച്ച് പറയുകയാ, പടച്ച റബ്ബേ എന്റെ സമുദായം ഇതേപോലെ ദുഷിച്ചു പോകുന്നൊരവസ്ഥ വന്നാൽ ഓരോ മഹല്ലുകളിലും ഈ ചെറുപ്പക്കാരുടെ വലിയ വിപത്തിന്റെ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ സമൂഹത്തിന്റെ ദുരവസ്ഥ എന്താന്നോർത്തിട്ട് എന്റെ കൽബ് പിടയുകയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ പ്രവാചകൻ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ തന്റെ ക്രാന്തദാർശികനഗതിയുടെ അകക്കണ്ണുകൊണ്ട്, ആറാം ഇന്ദ്രിയത്തിന്റെ അകക്കണ്ടുകൊണ്ട് കാണുമ്പോ മുമ്പിൽ നിൽക്കുന്ന സഹാബാക്കൾ വിളിച്ചു ചോദിക്കുന്നു, നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് യുവാക്കളായ സഹാബാക്കൾ ഇരിക്കുകയാ. ആരാ യുവാക്കളുടെ പ്രതീകമെന്നറിയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള വീരന്മാരായ സഹാബാക്കളാണ്. അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ യുവാക്കളാ. അലിയുൽ മുർത്തള ചോദിക്കുന്നു, നബിയേ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, ഇതുപോലൊരു സമൂഹം ഈ ലോകത്ത് വരുമോ നബിയേ? അത്ഭുതത്തോടെ ചോദിച്ചു പോയി സയ്യിദുനാ അലിയുൽ മുർത്തള. അലി റളിയല്ലാഹു തആല വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാ വിശ്വസിക്കാൻ കഴിയുക? നബിയേ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു സമൂഹം വരുമോ നബിയേ? ഇത്രയ്ക്ക് ഗതികെട്ടൊരു സമൂഹം. കാരണം അലിയുൽ മുർത്തള ഈ നൂറ്റാണ്ട് കണ്ടില്ല. അലിയുൽ മുർത്തള 21-ാം നൂറ്റാണ്ടിന്റെ ഈ ജീർണതയുടെ സമൂഹത്തെ കണ്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയല്ല. അലിയുൽ മുർത്തളാക്ക് പഞ്ചേന്ദ്രിയം, അള്ളാന്റെ പ്രവാചകന് 6-ാം ഇന്ദ്രിയം, ദ സിക്സ്ത് സെൻസ്, 6-ാമതൊരു ഇന്ദ്രിയം. അതിന്റെ അകക്കണ്ണുകളിലൂടെ ഈ അഭൗതിക ലോകത്തിന്റെ, അനന്യ സാധാരണ ലോകത്തിന്റെ അതീവ രഹസ്യങ്ങൾ പോലും അകക്കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ പ്രവാചകൻ പറഞ്ഞു, വരാനിരിക്കുന്നൊരു കാലം പെണ്ണുങ്ങൾ മുഴുവൻ അഹങ്കാരികളാകുന്ന കാലം, യുവാക്കൾ മുഴുവനും പാപത്തിന്റെ അടിമകളാകുന്ന കാലം. അലിയുൽ മുർത്തളാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചു പോയി, നബിയേ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുമോ നബിയേ? മദ്യപിച്ച് മതോന്മത്തരായി ചരസിന്റെയും ഗഞ്ചാവിന്റെയും അടിമകളായി ശപിക്കപ്പെട്ടൊരു സമൂഹം വരുമോ നബി? അങ്ങനെ അലിയുൽ മുർത്തളാക്ക് എങ്ങനെയാ അങ്ങനെ ചിന്തിക്കാൻ കഴിയുക? കാരണം അലിയുൽ മുർത്തള യുവാക്കളുടെ പ്രതിനിധിയാണ്. അലിയ കിസ്റായുടെയും കൈസറിന്റെയും കൊട്ടാരത്ത്, ഖൈബറിന്റെ കൊട്ടാരത്ത് മുഴുവനും കിടകിടാ വിറപ്പിച്ച അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറ കലൈതി ഗാബത്തിൻ കരീഹിൽ മൻളറ ഉകീലുകും ബിസാരി കൈലസന്തറ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായി ഖൈബറിന്റെ മണൽ കോട്ടകളെ കിടകിടാ വിറപ്പിച്ച, ഖൈബറിന്റെ മണൽ തരികളെ കിടകിടാ വിറപ്പിച്ച സയ്യിദുനാ അലിയുൽ മുർത്തള മദ്യപിച്ച് മതോന്മത്തരാകുന്ന ഒരു സമൂഹം വരുമെന്ന് കേട്ടപ്പോ അലി റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാ. കാരണം അലിയുൽ മുർത്തളാന്റെ മദ്യത്തിനോടുള്ള നിലപാടെന്താ? മദ്യത്തിനോടുള്ള അലിയുൽ മുർത്തളാന്റെ നിലപാടെന്താ? ഒരു പട്ടി ഒരു നാട്ടിലൂടെ, ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കല്ല് കുടിച്ചിട്ട് ഒരു മനുഷ്യൻ വലിച്ചെറിഞ്ഞ കുപ്പി എങ്ങാനും മണ്ണിലോട്ട് ചെരിഞ്ഞു വീണിട്ട് ആ കുപ്പിയിലുണ്ടായിരുന്ന മദ്യത്തിന്റെ അവശിഷ്ടം ഭൂമിയിലേക്ക് വീണ് നടന്നു പോകുന്ന ഒരു പട്ടി അവശിഷ്ടം വീണ് ആ ഭാഗത്ത് നക്കി കുടിച്ചിട്ട് ആ മദ്യത്തിന്റെ ഒരു അവശിഷ്ടം എങ്ങാനും പട്ടിയുടെ വയറ്റിലേക്ക് ചെന്നത്, ആ പട്ടി എങ്ങാനും മദ്യത്തിന്റെ അവശിഷ്ടം നക്കി കുടിച്ച പട്ടി ഒരു ഭാഗത്ത് മൂത്രമൊടിച്ചിട്ട് ആ മൂത്രമൊടിച്ച സ്ഥലത്തെങ്ങാനും ഒരു പള്ളി പണിതാൽ ആ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മദ്യത്തിനോട് രാജിയില്ലാത്ത, സന്ധിയില്ലാത്ത രാജി പ്രഖ്യാപിച്ച സയ്യിദുനാ അലിയുൽ മുർത്തള മദ്യപിച്ചു മോന്തിയ ഒരു പട്ടി എങ്ങാനും മൂത്രമടിച്ചാലോ ആ മൂത്രമടിച്ച ഭാഗത്തൊരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയിലെ നമസ്കാരം പോലും അനുവദനീയമല്ലെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സഹാബാക്കൾ ഉണ്ടല്ലോ. ഖാതീലുൽ കുഫാരീന ളാരിബുൻ കൻകതറൻ കതറാ അലി ഹൈദർ റസൂലുള്ളാഹി അൻഹു റളിയല്ലാഹ്. അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പോയി, നബിയേ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, ചോദ്യകർത്താവിന്റെ മറുപടി, ചോദ്യമൊന്ന്, അതിനേക്കാൾ ഫിറ്റായ മറുപടി പ്രവാചകന്റെ. അലിയെ ഭയക്കണ്ട, അത്ഭുതപ്പെടേണ്ട, ഫസയകൂനു അസദ്ദു മിൻഹു, ഇതിനേക്കാൾ അതിര് കടന്ന കാലമാ വരാനിരിക്കുന്നതെന്ന് വിശ്വഗുരുവേ, വിശ്വാചാര്യനെ, വിശ്വതിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി ഫസയകൂനു അശദ്ദ മിൻഹു, അലിയെ ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയൊരവസ്ഥയാ വരാനിരിക്കുക. അള്ളാഹിന്റെ പ്രവാചകൻ ഫസയകൂനു അശദ്ദു മിൻഹു എന്ന് പറഞ്ഞത് സുൽത്താൻ ബത്തേരിയിലെ ഈ പെണ്ണിനെ കുറിച്ചായിരിക്കാം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നുമില്ല.
സ്വന്തം പിതാവുമായി 12 വർഷത്തോളം അതിരുവിട്ട ബന്ധം പുലർത്തുന്ന പെണ്ണിന്റെ കാലം അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു ഫസയകൂനു അശദ്ദ മിൻഹു, ഇതിനേക്കാൾ അധപ്പതിച്ചു പോകുന്ന ഒരു കാലം വരാനിരിക്കുക. ആ കാലത്തിന്റെ സാക്ഷികളാണ് നാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ കാലത്തിന്റെ പ്രതിനിധികളാണ് നാം. വെടിതെറ്റിപ്പോകുന്ന യുവത ചെയ്തു കൂട്ടുന്ന കോലങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഇതേതായാലും കൊള്ളാം, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും പാടുപെട്ട് ഞാൻ വാത് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച ബ്ലോക്ക് ഓടി ഇരിക്കണ മാതിരി ഇരിക്കണേ. സാധാരണ മഴ പെയ്തപ്പോ ഒരു കാര്യം ഉള്ളത് പറയാമല്ലോ, എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഇന്നെങ്കിലും പോയി വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങാമല്ലോ. പക്ഷെ എല്ലാവരും കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് വാത് പറയാൻ വേണ്ടി എഴുന്നേറ്റ്. ഇപ്പൊ വാത് പറയാൻ വേണ്ടി വെച്ചപ്പോൾ ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് അത് ഒരു പ്രതികരണമില്ലാത്ത സമൂഹത്തിനോട് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ ഉസ്താദേ? അതുകൊണ്ട് വയലിന്റെ ഏറ്റവും വലിയ ഉത്തേജനം എന്ന് പറഞ്ഞാൽ സലാത്താണ്. ഞാൻ എല്ലാ സദസ്സുകളിലും പറയാറുണ്ട്, സലാത്ത് പറയുന്ന കാര്യത്തിൽ ഈ സമൂഹം വളരെ പിന്നിലാണ്. ഈ സദസ്സിന്റെ ഉത്തേജനം, ഇവിടുത്തെ ദുആ അത് കബൂലാകുന്നത് സലാത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വയലിന്റെ സദസ്സിൽ ഇരിക്കാൻ ആർക്കെങ്കിലും ഒരു യോഗ്യത, ഒരു പാസ് വേണമെന്ന് ഇവിടെ ആരെങ്കിലും തീരുമാനിച്ചാൽ ആ പാസ് സലാത്താണ്. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, തലയാടി വാലാടിയില്ല. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബേ കെ ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനേ നബി മുഹമ്മദ് മുസ്തഫ, സഫാ മലയുടെ സാത്വികനേ നബി മുഹമ്മദ് മുസ്തഫ, बरबहर में तेरी रोशनी, तुझको खत्म पैगंबरी, तुझको पैद सिवा कोई वो यकीन किसी की मजाल है। सल्लु अलैहि वालिही, सल्लु अलैहि वालिही, न फसील है न महल फरा, तेरी फर्श है वही बुलिया, तेरी जिस्म में पाक पीक कुबा वही तार तार है जा बजा, तेरी सादगी तेरी कमाल है। सल्लु अलैहि वालिही, सल्लु अलैहि वालिही, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ദിവസം വയല് കഴിഞ്ഞ് ഇവിടുന്ന് പിരിയണ വരെ ഈ സലാത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഇനി സലാത്തിന്റെ ഫളായില് പറയാനുള്ള സമയമൊന്നുമില്ല, കേട്ടല്ലോ. അവസാനം വരെ 3 ദിവസം, അവസാനം ഞാൻ ഇവിടുന്ന് പോകുന്നവരെ ഈ സലാത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അങ്ങോട്ട് പറയാ, കിടുങ്ങട്ടെ എല്ലാവരും. അങ്ങ് റബീഉൽ അവ്വൽ 12 നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ട് പറഞ്ഞ സലാത്തുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 റാലി നടത്തുമ്പോഴേ ബസ്സീക്കിൽ പോണ ആളുകൾ പോലും പേടിച്ചു പോകും. ആ സൈസ് മുദ്രാവാക്യം മുടക്കൂലോ നമ്മള്. റബീഉൽ അവ്വൽ മുദ്രാവാക്യം വിളിക്കുക, ഖുർആൻ എന്തൊരു സുന്നത്ത്. റബീഉൽ അവ്വലിന്റെ മുദ്രാവാക്യ, ഖുർആൻ എന്തൊരു സുന്നത്ത്. ആള് വിളിച്ചു പറഞ്ഞ ഖുർആനും തിരു സുന്നത്തും എന്നാ. കേട്ടവര് തെളിച്ചു വരുമ്പോൾ ഖുർആൻ എന്തൊരു സുന്നത്തായി. റബീഉൽ അവ്വൽ 12 മാത്രമേ നമുക്ക് പ്രവാചകനോട് സ്നേഹം ഉണ്ടാവുള്ളൂ, ഇല്ലാത്തപ്പോൾ ഉണ്ടാവില്ല. പ്രവാചകനോട് സ്നേഹം ഉണ്ടാകേണ്ടത് ഇതേപോലെയുള്ള സന്ദർഭങ്ങളിലാണ്, ജീവിതത്തിന്റെ 24 മണിക്കൂറുകളിലും. അതുകൊണ്ട് ഈ സദസ്സ് പ്രതികൂലമായ കാലാവസ്ഥ വന്ന് ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രഭാഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉഷാറോടുകൂടി ഇരിക്കുക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു, ഫസയകൂനു അശദ്ദ മിൻഹു, ഇതിനേക്കാൾ അധപ്പതിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ ദുരന്തകാലത്തിന്റെ, ഈ വർത്തമാനകാല ലോകത്തിന്റെ രേഖാചിത്രമാണിത്. വർത്തമാനകാല ലോകത്തിന്റെ രേഖാചിത്രം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നഗരത്തിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവിന്റെ പരാതി പ്രകാരം അധ്യാപകർ കൂടി സ്കൂളിലെ കുട്ടികളുടെ ബാഗുകൾ പരിശോധന നടത്തിയപ്പോ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന 13, 14, 15 വയസ്സുള്ള കുട്ടികളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് 70ഓളം ബ്ലൂ ഫിലിമുകളുടെ കാസറ്റുകളും അശ്ലീല മാസികകളും. ഇതിൽ പ്രതികളായി 11 വിദ്യാർത്ഥിനികളും. ഒന്ന് ആലോചിച്ച് നോക്ക്.
13, 14, 15 വയസ്സുള്ള കുട്ടികളുടെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ഇவ்விധങ്ങളിലുള്ള സദാചാര തകർച്ചയുടെ പ്രതീകങ്ങൾ കണ്ടെടുക്കപ്പെടുമ്പോൾ ഈ സമൂഹത്തെക്കുറിച്ച് നാം ഇനി എന്താ ചിന്തിക്കുക? ഈ സമൂഹത്തെക്കുറിച്ച് ആശാവഹമായി ചിന്തിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്ക് കടന്നു പോകുന്ന പോലീസുകാരെ വരവേൽക്കുന്നത് ഹിരോഷിമയും നാഗസാക്കിയിലും പോലും കണ്ടിട്ടില്ലാത്ത ബോംബുകൾ. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ അത് ബോംബ് നിർമ്മാണശാലയായി മാറുന്നു. പണ്ടത്തെ വിദ്യാലയങ്ങളൊക്കെ അപ്രസക്തമാകുന്നു. കവിയുടെ ഹൃദയങ്ങളിലൊക്കെ തിറഞ്ഞു നിന്ന പണ്ടത്തെ ശോഭനമായ വിദ്യാലയത്തിന്റെ കവാടങ്ങൾ തിങ്കളും താരങ്ങളും പൂവള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. തിങ്കളും താരങ്ങളും പൂവള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. കവി പാടി ആ വിദ്യാലയമൊക്കെ പോയി. ONV കുറിപ്പ് പറഞ്ഞതുപോലെ ഒരു വട്ടം കൂടി ആ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഇനി ആരും അങ്ങനെ മോഹിക്കില്ല. വിദ്യാലയങ്ങൾ പോലും മനുഷ്യനെ വിദ്യാഭ്യാസം എന്നതിന്റെ നിർവചനം എന്താ? എഡ്യൂക്കേഷന്റെ നിർവചനം എന്ത്? മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോവുക. ഇന്ന് മനുഷ്യത്വത്തിൽ നിന്ന് മനുഷ്യനെ മൃഗീയതയിലേക്ക് കൊണ്ടുപോകുന്ന അഭ്യാസത്തിന്റെ പാഠശാലകളായി വിദ്യാഭ്യാസ ശാലകൾ പോലും അതപ്പതിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിവ് നേടുക. ഒരു കലാലയത്തിനും ഈ സമൂഹത്തെ സംസ്കരിക്കാൻ കഴിയില്ല. ഒരു ഭൗതിക കലാലയത്തിനും ഈ സമൂഹത്തെ സംസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഭൗതിക സംസ്കാരത്തിന് ഈ സമൂഹത്തിന്റെ യുവതയെ നേർതിരിക്കാൻ കഴിയുമെങ്കിൽ E=mc² എന്ന ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തിലൂടെ ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജം കിട്ടുമെന്ന് പഠിപ്പിക്കാനേ സർവകലാശാലകൾക്ക് കഴിയൂ. പക്ഷേ ആ കിട്ടുന്ന ഊർജം സ്വന്തം സഹോദരന് എതിരിൽ വിനിയോഗിക്കരുത് എന്ന് പഠിപ്പിക്കണമെങ്കിൽ മറ്റൊന്നു വേണം. വേണ്ടേ? സയൻസ് എന്ത് പഠിപ്പിക്കും? ഐൻസ്റ്റീന്റെ തിയറി E=mc². ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജം കിട്ടും. വിദ്യാർത്ഥി പഠിക്കും. പക്ഷേ ഈ കിട്ടുന്ന ഊർജം അത് മനുഷ്യനെതിരിൽ വിനിയോഗിക്കരുത് എന്ന് പഠിക്കണമെങ്കിൽ സയൻസിന്റെ സിദ്ധാന്തം അനുസരിച്ച് സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും അന്യ പെണ്ണിലുണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ ശരീരശാസ്ത്രപരമായ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഒന്ന് ഹലാലും മറ്റൊന്ന് ഹറാമുമാണ് എന്ന് പഠിപ്പിക്കണമെങ്കിൽ കെമിസ്ട്രി പറഞ്ഞു തരുന്നത് പദാർത്ഥത്തിന്റെ രാസഘടനയെ കുറിച്ചാണ്. ആ പദാർത്ഥത്തിൽ മായം ചേർക്കൽ കുറ്റകരമാണെന്ന് പഠിപ്പിച്ചു തരണമെങ്കിൽ മറ്റൊന്നിലേക്ക് നാം കടന്നു ചെല്ലേണ്ടി വരും. ആ കടന്നു ചെല്ലേണ്ട സ്ഥാപനങ്ങളാണ്, ആ കടന്നു ചെല്ലേണ്ട വഴിത്താരയാണ് ഈ സമൂഹത്തിന്റെ സംസ്കരണത്തിന്റെ മുഖ്യ ഹേതുവായി മാറേണ്ടത്. എല്ലാവരും ചിന്തിക്കുന്നു ഈ സമൂഹത്തെ എങ്ങനെ നന്നാക്കും. ഞാൻ കൂടുതൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നാം എല്ലാവരും ചിന്തിക്കുന്നു ഈ സമൂഹത്തെ എങ്ങനെയാണ് സംസ്കരിക്കുക. വഴിതെറ്റിപ്പോകുന്ന യുവതയ്ക്ക് എന്ത് രക്ഷാമാർഗമാണ് കാണിച്ചു കൊടുക്കുക. ഈ സമൂഹത്തെ രക്ഷിക്കാൻ ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ളത്? എല്ലാവരും കൂലങ്കശമായി ചിന്തിക്കുന്നു, എല്ലാവരും കൂലങ്കശമായി പരിവർത്തിപ്പിക്കുന്നു. മദ്യത്തിന്റെ അടിമകളായി പോയി ഇവരെ എങ്ങനെയാണ് മദ്യവിമുക്തരാക്കുക? പലിശയുടെ അവകാശികളായി പോയി ഇവരെ എങ്ങനെയാണ് പലിശയിൽ നിന്ന് മോചിപ്പിക്കുക? ഇവരെ എങ്ങനെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ വക്താക്കളായി മാറ്റുക? സഹോദരങ്ങളെ, ഈ സമൂഹത്തെ സംസ്കരിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും കഴിയില്ല, ഒരു യുവജന പ്രസ്ഥാനത്തിനും കഴിയില്ല, ഒരു സംഘടനകൾക്കും കഴിയില്ല. ഈ സമൂഹത്തെ വഴിതെറ്റിപ്പോകുന്ന യുവതയെ നന്നാക്കണമെങ്കിൽ ലോകത്ത് ഇതിനേക്കാൾ ദുഷിച്ചു പോയൊരു സമൂഹത്തെ സംസ്കാരത്തിന്റെ വാഹകരാക്കി മാറ്റാൻ ഏതൊന്നിന് കഴിഞ്ഞോ അതേ ഒന്നുകൊണ്ടല്ലാതെ ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ. ഇമാം മാലിക്കിന്റെ ഈ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ സമൂഹത്തിന്റെ അവസാന ഭാഗം സലാഹിയത്തിൽ എത്തുകയില്ല ഇല്ലാ കം ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ സമൂഹത്തിന്റെ ആദ്യം ഏതൊന്നുകൊണ്ട് സംസ്കരിക്കപ്പെട്ടോ അതൊന്നുകൊണ്ടല്ലാതെ. ഇമാം മാലിക്കിന്റെ ആപ്തവാക്യമാണ്. പലരും ഇത് ഹദീസാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ല. ഇമാം മാലിക്കിന്റെ ആപ്തവാക്യമാണിത്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ അവസാന ഭാഗം നന്നാവുകയില്ല. ഈ ഉമ്മത്തിന്റെ ആദ്യ ഭാഗം ഏതൊന്നുകൊണ്ട് നന്നായോ അതൊന്നുകൊണ്ട് മാത്രമല്ലാതെ. അതേതാ? എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. രക്ഷയുടെ മാർഗം. രക്ഷയുടെ മാർഗം ഈ മദ്യത്തിന്റെ അടിമകളായി പോയി സമൂഹത്തെ സംസ്കരിക്കാൻ ഏതൊന്നുകൊണ്ടാ കഴിയുക? ഏതൊന്നാണോ സംസ്കരിച്ചത് ഇതിനേക്കാൾ വലിയ മദ്യപന്മാരെ എങ്ങനെ നന്നാക്കിയോ അതുകൊണ്ട് ഇത് നന്നാവണം, അല്ലേ? ഇന്ന് നാം ഏറ്റവും വലിയ മദ്യപന്മാരുടെ സമൂഹമാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാനമൊടിയുമ്പോൾ നിയമസഭയിൽ പ്രശ്നോത്തരി വന്നു. ചോദ്യത്തിന് മറുപടിയായി ഒറ്റ വർഷം കൊണ്ട് മലയാളി കുടിച്ച മദ്യത്തിന്റെ കണക്ക് പറഞ്ഞു. 3282 കോടി രൂപയുടെ മദ്യം കുടിച്ചു മലയാളി ഒറ്റ വർഷം കൊണ്ട്.
ഒറ്റ വർഷം കൊണ്ട് മലയാളി കുടിച്ച മദ്യത്തിന്റെ കണക്കെത്രയാ? 3282 കോടി രൂപയുടെ മദ്യം. അത്ഭുതപ്പെടാനില്ല. ഈ ഓണക്കാലത്ത് ബിവറേജസിന്റെ ഫ്രണ്ടിലുള്ള തള്ള് കണ്ട, ഓ എന്തോ ഒരു തള്ളാത്. ഒരു ഓണത്തിന്റെ തലേന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് എത്ര കോടി മദ്യം കേരളത്തിൽ വിറ്റിട്ടുണ്ടാവും? കണക്ക് 3282 കോടി രൂപ മലയാളി കുടിച്ച മദ്യത്തിന്റെ കണക്ക്. ഒറ്റ മലയാളിയുടെ വയറ്റിൽ പോലും വൻകുടലും ചെറുകുടലും കാണൂല. അത്രയ്ക്ക് മദ്യം അകത്താക്കി മലയാളി. ഇത്രത്തോളം മദ്യത്തിന്റെ അടിമകളായി മാറുമ്പോ വേറൊരു പ്രശ്നോത്തരി, ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം എത്ര സ്ത്രീകളെ മാനഭംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്? കൃത്യമായ കണക്ക് കേരളത്തിൽ 5 വർഷം കൊണ്ട് 5232 മാനഭംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, 5232 മാനഭംഗ കേസുകൾ. സദാചാര തകർച്ച അനുഭവിച്ചു പോയി സമൂഹത്തെ. ഇത്രത്തോളം വലിയ മദ്യപന്മാർക്ക് മദ്യത്തിന് അടിമകളായി പോയി ഈ സമൂഹത്ത്. ഇതിനേക്കാൾ വലിയ 3282 കോടി രൂപയുടെ മദ്യം മോന്തിയ സമൂഹത്തെ സംസ്കരിക്കാൻ ഇതിനേക്കാൾ വലിയ മദ്യത്തിന്റെ അടിമകളായി പോയൊരു സമൂഹം ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ സമൂഹം ഏതെന്നറിയുമോ? മദ്യം കുടിച്ച് മദ്യത്തിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, വണ്ട് നീ എത്ര ഭാഗ്യവതിയാണ് വണ്ട്, കള്ളു കുടിച്ചു 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 മരിക്കണമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇതേവരെ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. മദ്യം കുടിച്ച് വയറ് നിറച്ച് ചത്തുപോയ വണ്ട്, നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് കള്ളിന്റെ പാത്രത്തിൽ മുങ്ങിച്ചത്തുപോയ വണ്ടിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ആത്മകഥം ചെയ്ത 6-ാം നൂറ്റാണ്ടിലെ മദ്യത്തിന്റെ അടിമകളായി പോയ, മദ്യമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറായി പോയ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചു തൊട്ടടുത്ത് വെച്ചിട്ട്, മക്കളെ മരിക്കാൻ സമയത്ത് പിതാവിന് ഒരേ ഒരു വസിയ്യത്തേയുള്ളൂ, ഇതാമിത്തു ഫദ്ഫിന്നി ഇലാ ദംബി ഖർബതി തുറവീലനി ബദ മൗതി ഉറൂഖുഹാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചോട്ടിലടക്കം ചെയ്യണം. അന്നത്തെ അറബികൾ കള്ളുണ്ടാക്കുന്നത് മുന്തിരിവള്ളിയിൽ നിന്നാണ്. ഞാൻ കബറിൽ കിടക്കുമ്പോ മുന്തിരിവള്ളിയുടെ മുന്തിരിച്ചെടിയുടെ വേരിൽ നിന്ന് മദ്യമുറിഞ്ചി കുടിച്ചുകൊണ്ട് ഞാൻ കബറിൽ കിടക്കട്ടെ എന്ന് വസിയ്യത്ത് ചെയ്തു പോയ, മദ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചു പോയൊരു സമൂഹമുണ്ടല്ലോ. ഓ സമൂഹത്തെ സംസ്കരിച്ചത് ഏതെന്നാണോ? ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. അതുകൊണ്ടല്ലാതെ സംസ്കാരം സാധ്യമല്ലെന്ന് ലോകത്തിന്റെ ചരിത്രം തെളിയിക്കുമ്പോ, സഹോദരങ്ങളെ, എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ അവസാനത്തെ ഹജ്ജിനു വേണ്ടി ഹജ്ജത്തുൽ വിദായിലെത്തുമ്പോ അറഫാത്തിന്റെ മലമുകളിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ അണിനിരുന്ന മനുഷ്യ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അഭിസംബോധന ചെയ്യുമ്പോ പ്രവാചകൻ ആ സഹാബത്തിനോട് പറയുന്നു, സഹാബത്തെ, അല്ലൂമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങളുടെ ദീനിനെ ഇതാ സമ്പൂർണ്ണമാക്കി തരുന്നു എന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ദൗത്യം പൂർത്തിയാക്കിയിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അങ്ങ് തിരിച്ചു പോകുന്ന നബിയേ, ഇത്രയും നാളെ ഞങ്ങൾക്ക് നായകത്വം നൽകാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങെല്ലാം കഴിഞ്ഞ് റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോയാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി, രക്ഷയുടെ മാർഗമായി, വിജയത്തിന്റെ നിദാനമായി ഞങ്ങൾക്ക് എന്താണ് നബിയെ ബാക്കിയുള്ളത്? അങ്ങ് വിട പറഞ്ഞാൽ ഞങ്ങൾ ആരാണ് നബിയെ വഴികാട്ടുക? സത്യത്തിലേക്ക് ഞങ്ങളെ ആരാണ് നബിയെ വഴികാട്ടുക? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ വിശ്വാസി സമൂഹത്തോട് പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് രക്ഷയിലേക്ക് നടന്നു പോകണോ? നിങ്ങൾക്ക് സംസ്കാരമുള്ളവരാകണോ? അള്ളാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകൈയിൽ ചാട്ടവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി നടന്നുപോയൊരു സമൂഹത്തെ മുഴുവനും അധാർമികതയിലും ദുരാചാരത്തിലും അന്ധവിശ്വാസത്തിലും കുമിഞ്ഞുപോയൊരു സമൂഹത്തെ സത്യത്തിന്റെ സത്പാന്താവിലേക്ക് ആനയിക്കാൻ കടന്നു വന്ന ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിനു ശേഷം 500 വർഷക്കാലത്തോളം ഒരു നായകനില്ലാതെ സമൂഹം മുഴുവനും ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ കുമിഞ്ഞുകൂടിയപ്പോ വള്ളത്തോട് പറഞ്ഞതുപോലെ പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പ
ഈ പരിശുദ്ധമായ ഖുർആനുമായി മുസ്ലിം സമൂഹത്തിന്റെ ബന്ധം അറ്റുപോയതാണ് സർവ്വ പ്രശ്നങ്ങളുടെയും കാതൽ എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. അതൊരിക്കലും ഒരു അതിശയോക്തിയാവുകയില്ല. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നാം ഒരിക്കലും ഖുർആൻ തൊട്ടു നോക്കുന്ന ആളുകളല്ല. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ വളരെ അറ്റുപോയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഇന്ന് 5 വക്കത്ത് നമസ്കരിച്ച ആളുകൾ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെ ഈ 5 വക്കത്ത് നമസ്കാരം നിർവഹിച്ച ആളുകളൊന്ന് കൈവക്കാൻ പറഞ്ഞാൽ കുറേ ആളുകളൊക്കെ കൈവക്കുമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷ. അതോ എൻ്റെ തെറ്റിദ്ധാരണയാണോ അറിയില്ല. നമസ്കരിച്ചു എന്ന് പറഞ്ഞ് കൈവക്കിയ ആളുകളോട് തന്നെ ഇന്ന് നിങ്ങൾ ആരൊക്കെ ഖുർആൻ ഓതി എന്നൊന്ന് ചോദിച്ചാൽ, തുച്ഛം തല ആലിമീങ്ങളോ മുത്തല്ലിമീങ്ങളോ അല്ലെങ്കിൽ ദീനുമായി ബന്ധമുള്ള കുറേ ആളുകളോടിച്ച് ബാക്കി ആരും ഞങ്ങൾ ഇന്ന് ഒരു ജുസു വേണ്ട ഒരു സൂറത്തെങ്കിലും ഖുർആൻ ഇന്ന് പാരായണം ചെയ്ത ആളുകൾ എത്ര പേരുണ്ടാവും ഇതിൽ? സഹോദരിമാർ, ഇത് മുകളിൽ നോക്കണമല്ലോ. ഇസ്തവാലൽ അർഷ്, പെണ്ണുങ്ങളെ അർഷിൻ്റെ മുകളിൽ ഇരുത്തിയിരിക്കുക. ഇത്രയും വലിയ പദവി ലോകത്ത് ഒരു പതിന് പോയും കേട്ട് ഞാൻ കണ്ടിട്ടില്ല. ആണുങ്ങൾ ഇത് അള്ളാഹുടെ നിയമത്തിനെതിരാണ്. അള്ളാഹു പറഞ്ഞു അരിജാല് കവ്വാമൂന അലന്നിസാഹ്. ഹിന്ദുസ്ഥാൻ മാനദണ്ഡങ്ങൾ മറികടന്നൊരു നിയമനം, മാനദണ്ഡങ്ങൾ മറികടന്നുള്ള നിയമനമാണല്ലോ ഇത്. ഇസ്തവാലല്ല ഷർഷിന്റെ മുകളിൽ. ശരി, ഇരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു അവർക്ക് ഇരിപ്പിടം അള്ളാഹു എപ്പോഴും ഉന്നതിയിലാക്കി കൊടുക്കുമാറാകട്ടെ. സ്ത്രീകളെ ഇരുത്തുന്നത് വലിയ വിഷയമാണ്. പണ്ട് ബസ്സിൽ തന്നെ ഒരു വലിയ വിവാദ വിഷയമായിരുന്നു സ്ത്രീകളെ ഇരുത്തൽ. ആദ്യം സ്ത്രീകളുടെ സീറ്റ് മുമ്പിലായിരുന്നു, അല്ലേ? ആദ്യം മുമ്പിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാല അയ്യങ്കൊമ്പിൽ, നമ്മുടെ നാടിൻ്റെ അടുത്ത്, എൻ്റെ നാട് ഇടുക്കി ജില്ലയിലാണ്, അവിടെ ഒരു ബസ് അപകടം ഉണ്ടായി. ഫ്രണ്ടിൽ ഇരുന്ന ആളുകളെല്ലാം കത്തി നശിച്ചു. പെണ്ണുങ്ങൾ കൂടുതലും മരിച്ചുകൊണ്ട് ഇതിനെല്ലാം കൂടെ കൊണ്ടുപോയി പുറകിൽ കൊണ്ടിരുത്തി. ഇനി ഫ്രണ്ടിൽ പെണ്ണുങ്ങൾ ഇരിക്കണ്ട, എല്ലാവരും അവിടെ ഇരുന്നാൽ മതി. സ്ത്രീകളെല്ലാം ബാക്ക് സീറ്റ് ഇരുന്നാൽ മതി. സ്ത്രീകൾ ബാക്ക് സീറ്റ് ഇരുന്നപ്പോഴോ നമ്മുടെയൊക്കെ ഈ നാട്ടിലെ റോഡല്ലേ, ഓരോ കട്ടറി ചാടുമ്പോൾ ഈ കൂഴച്ചക്കയുടെ കുരു തെറിക്കണ മാതിരി തെറിക്കാൻ തുടങ്ങി. അവസാനം പിന്നെ അതുങ്ങളെ കൊണ്ട് വീണ്ടും മുമ്പിൽ കൊണ്ടേ ഇരുത്തി. എന്ത് ചെയ്യാൻ പറ്റും? എവിടെ ഇരുത്താൻ പറ്റും? മുമ്പിൽ ഇരുന്നാൽ അവിടെ മരിക്കും, പുറകെ ഇരുന്നാൽ ഇതാ അവസ്ഥ. ബൈക്കിലെങ്ങാനും സ്ത്രീകളുടെ സീറ്റായി കഴിഞ്ഞാൽ സർവ്വ സർക്കാർ ആശുപത്രികളിലും ഗൈനക്കോളജിസ്റ്റുകൾക്ക് ജോലിയൊന്നുമില്ല. സ്വർണ്ണം വണ്ടിയിൽ തന്നെ നടന്നോളും കാര്യങ്ങളൊക്കെ. ഒറ്റ വഴിയുള്ളൂ. ഖുർആൻ പറഞ്ഞ പോലെ കദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്താണ്. അടുത്തിരിക്കാൻ അതാ നല്ലത്, നടുക്കിരുന്നോട്ടെ, അപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഏതായാലും പോകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സഹോദരിമാരൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല ഉപായം പറഞ്ഞു തരാം, അതിൻ്റെ പ്രതിഫലം എനിക്ക് തന്നാൽ മതി. സഹോദരിമാരുടെ കയ്യിൽ ഒരു 100 രൂപ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും ഭർത്താവ് കണ്ടുപിടിക്കും, മൂപ്പിലെടുത്തുകൊണ്ട് പോകും കാജാവീടി വലിക്കാൻ. ഒരു 100 രൂപ കയ്യിലുണ്ട്, അത് ഒരിടത്തും കൊണ്ടുപോയി വെക്കാം. വീട്ടിലൊരു സ്ഥലമില്ല അത് വെക്കാൻ. എവിടെ വെച്ചാലും ഈ പകയൻ്റെ കണ്ണെത്തും. നിങ്ങൾക്കൊരു സുരക്ഷിതമായ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ്റെ അകത്ത് വെച്ചാൽ മതി. കാരണം മൂപ്പിലാൻ ജീവിതത്തെ തുറന്നു നോക്കൂ. ഈ മൂപ്പിലാൻ ഒരിക്കലും ഇവന്റെ ശ്രദ്ധ പോകാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഖുർആൻ. എങ്ങാനും മൂപ്പിലാൻ്റെ വാപ്പ മരിച്ച അന്ന് നോക്കിയേക്കണം. കാരണം അന്നെങ്ങാനും ചിലപ്പോൾ എടുത്താലായി. അത് സ്വന്തമായിട്ട് എടുക്കാനേ വേണ്ട, ആരെങ്കിലും വാടകയ്ക്ക് വിളിച്ചെടുപ്പിക്കലേ ഉള്ളൂ. സഹോദരങ്ങളെ, ഇത്രത്തോളം ഈ ഉമ്മത്ത് ഖുർആനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? പക്ഷേ ലോകത്തിൽ ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ പടഹധ്വനി മുടക്കിയ, മനുഷ്യന്റെ മനസ്സുകളെ, കാട്ടാളന്റെ മനസ്സിനെ പോലും കുട്ടിയുടെ മനസ്സ് പോലെ നിർമ്മലമാക്കി മാറ്റിയ വിശുദ്ധ ഖുർആൻ, മനുഷ്യന്റെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംവദിച്ച ഖുർആൻ, കാട്ടറബിയെ പോലും, കരിങ്കല്ലിനെ വെല്ലുന്ന മനസ്സ് പോലുള്ള കാട്ടറബിയെ പോലും കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരയാൻ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ലോകത്ത് സാധിച്ച വിപ്ലവം അത് ലോകത്തൊരു ഗ്രന്ഥത്തിനും സ്വായത്തമാക്കിയിട്ടില്ല. പക്ഷേ അതിനെ വെറും കടലാസ് താളുകൾ പോലെ വീടിൻ്റെ മൂലയിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു വിഭാഗം സമൂഹമായി നാം മാറി എന്നത് ഏറ്റവും വലിയ ദുരവസ്ഥയായി മാറുന്നു. ഏറ്റവും വലിയ ദുരവസ്ഥയായി മാറുന്നു ഖുർആനിനോടുള്ള ഈ സമൂഹത്തിന്റെ സമീപനം. ഒരു വയസ്സായ തള്ള വന്നിട്ട് പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, അടുത്ത വെള്ളിയാഴ്ച രാവിലെ വീട്ടിലൊരു മൗലൂദ് ഓതണം, ഒന്ന് വന്നേക്കണം. ഈ സമൂഹത്തിന്റെ സമീപനം പറയാ. വ്യാഴാഴ്ച രാവായി. ഉസ്താദ് അസർ കഴിഞ്ഞിട്ട് പയ്യെ പോയി പള്ളിയിലെ മുക്രി മോദീൻ ആരോ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇത്താത്ത ചോദിച്ചു, എന്താ വന്നത്? അത് നിങ്ങളല്ലേ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച രാവിലെ ഒരു മൗലൂദ് ഓതണം, ഒരു മങ്കൂസ് മൗലൂദ് ഓതണം വരണമെന്ന്. ഓ, ഉമ്മുമ്മ പറയും, ഞാൻ മറന്നുപോയി ഉസ്താദേ, ഞാൻ അതിനുള്ള ഒരുക്കവും നടത്തില്ല. പക്ഷെ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? നമുക്കത് മറക്കാൻ പറ്റുമോ? നിങ്ങളത് മറന്നുപോയാലേ നമ്മൾ ഓർത്ത് വെച്ചിരുന്നു. അത് ഉസ്താദെ, ഞാൻ മറന്നുപോയല്ലോ ഉസ്താദെ, വീടൊന്നും കഴുകിയില്ല, ശുദ്ധിയാക്കിയില്ല മൗലൂദ് ഓതാൻ. അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്താലും വന്നാലേ ഒരു യാസീൻ ഓതിയിട്ട് പൊക്കോളാൻ. അപ്പോൾ ഇത് ഓതണമെങ്കിൽ എന്ത് ചെയ്യണം? വീട് വൃത്തിയാക്കണം. എന്നാൽ ഉസ്താദ് ഒരു യാസീൻ ഓതിയിട്ട് പോയി, അത് എവിടെ വെച്ച് വേണേലും ഓതാം.
ഖുർആനിനോടുള്ള നമ്മുടെ ഉമ്മത്തിന്റെ സമീപനം ഏതാണ്ട് ഇതേപോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊന്നും ഞാൻ നിരാകരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. എല്ലാത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട്, അതിൻ്റെതായ പരിശുദ്ധതയുണ്ട്. അത് ഓതുമ്പോൾ അതിൻ്റെതായ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ആരും ഞാൻ അങ്ങനെ പറഞ്ഞാണെന്ന് വിചാരിച്ചു പോകരുത്. മൗലൂദ് ഓതിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. ഏതൊക്കെ പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നോ ആ പ്രതിഫലം അതിൻ്റെതായി അല്ലാഹു നൽകും. പക്ഷേ അതിനേക്കാളേറെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെ അവഗണിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായി മാറ്റുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ കാരിരുമ്പിന്റെ ഉടമയെ പോലും കൊച്ചുകുട്ടിയെ പോലെ ഖുർആൻ ലോകത്ത് സാധിച്ച ഏറ്റവും വലിയ വിപ്ലവം മനുഷ്യന്റെ മനസ്സുകളിലേക്ക് അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നതാണ് ഖുർആന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഏത് കാരിരുമ്പിന്റെ ഉടമയുടെ മനസ്സിനെയും തരളിതമാക്കാൻ കഴിയുന്ന രീതിയിൽ ഖുർആൻ മനുഷ്യന്റെ മനസ്സുമായി സംവദിച്ചു. നിങ്ങൾക്കറിയുമോ, ലോകത്തിലെ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി, ആ കാട്ടറബികളുടെ ഏറ്റവും വലിയ തെമ്മാടിയായ നേതാവ് ഖത്താബിന്റെ മകൻ ഉമർ. അയാളുടെ പേരെങ്ങനെയാണ്? ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമറിനെ കുറിച്ചുള്ള ലോകത്തിന്റെ ചിന്ത എന്തെന്നറിഞ്ഞാൽ, ഉമറിനെ പോലെ വലിയൊരു ഗദപോക്കിരി അന്ന് മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഉക്കാള ചന്ത എന്ന് പറയുന്ന മക്കയിലെ പ്രശസ്തമായ ചന്തയിൽ പേർഷ്യയിൽ നിന്ന് വരുന്ന മല്ലന്മാര് മുഴുവനും ആരുണ്ടടാ ഞങ്ങളോട് എതിരിടാനെന്ന് മക്ക ഖുറൈശികളുടെ ആണത്തത്തെ ചോദ്യം ചെയ്യുമ്പോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആണത്തമുള്ള ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വരിനടാ എന്ന് പറയുമ്പോ, സദസ്യരുടെ അടുക്കൽ നിന്ന് ഞാനുണ്ടടാ എന്ന് പറഞ്ഞു നെഞ്ചത്തട്ടഹസിച്ചു കൊണ്ട് താഴേക്ക് ചാടി ഇറങ്ങുന്ന മക്കയിലെ ഏറ്റവും വലിയ വില്ലാളി വീരന്മാരുടെ നേതാവ് ഖത്താബിന്റെ മകൻ ഉമർ. സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ക്യാബറെ നർത്തകികളായ അറബി പെണ്ണുങ്ങളുമായി ആ നാടുകൾ മുഴുവനെ ക്യാബറെ നടത്തിയ ഗുണ്ടാസംഘത്തിന്റെ തലവൻ, ആ ഗുണ്ടാസംഘത്തിന്റെ തലവനായ ഖത്താബിന്റെ മകൻ ഉമർ, ആയോധനാ വിദഗ്ധൻ, അതികായൻ, ലോകത്തിലെ ഏറ്റവും വലിയ സായുധത്തിന്റെ പോരാളി, ഏറ്റവും വലിയ മൊഞ്ചായ ശരീരത്തിന്റെ ഉടമ ഉമർ സർവായുധ വിഭൂഷിതനായി മക്കയിലെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ ആ ഉമറിനെ കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ മുഴുവൻ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുമായിരുന്നു എന്ന് ചരിത്രം. മക്ക രാജ്യത്തിലെ കിടുകിട വിറപ്പിച്ച ധീരശൂര പരാക്രമി, എന്തിനേറെ മക്ക രാജ്യത്തിലെ തൊട്ടിലിൽ ഇരുന്നു കൊണ്ട് താരാട്ടുപാടി ഉമ്മമാര് മക്കളെ ഉറക്കുമ്പോ ആ മക്കളെങ്ങാനും പൊട്ടിക്കരഞ്ഞാൽ ദാ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് കുട്ടികളോട് പറയപ്പെട്ടാൽ, ഉമറിന്റെ പേര് കേട്ടാൽ കരയുന്ന കുട്ടികൾ പോലും കരച്ചിൽ നിർത്തുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മക്കയിലെ വില്ലാളി വീരൻ, വീരശൂര പരാക്രമി ഖത്താബിന്റെ മകൻ ഉമർ. ഉമറിനെ കുറിച്ച് ഇതാണ് വിശേഷണം. ഈ ഉമറിനെ, ഖത്താബിന്റെ മകൻ ഉമറിനെ നമുക്ക് തൽക്കാലം ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ വിശേഷിപ്പിക്കാം. മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള ഉമറിന്റെ ബയോഡാറ്റ ഇതാണ്. ഉമറിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ ഒരൊറ്റ സംഭവം മതി ഉമറിന്റെ സ്വഭാവം. ആ നാട്ടുകാർക്ക് ഉമറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നറിയണമെങ്കിൽ ഇത്ര അറിഞ്ഞാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബാക്കളും പലായനം ചെയ്യാൻ പോകുന്നു മദീനയിലേക്ക്. ഈ ഉമറിന്റെ തൊട്ടടുത്ത അയൽവാസിയാണ് ഉമ്മു അബ്ദുല്ലയും അവരുടെ ഭർത്താവും. ഒരു ദിവസം രാവിലെ ഉമർ മുസ്ലിമായിട്ടില്ല, കണ്ണു തിരുമ്മി എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്ത അയൽവാസി ഉള്ള ഭാണ്ഡങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി അവർ നാട് വിട്ടു പോകാൻ പോകുന്നു. ഇത് കണ്ട ഉമറിന് മുഹമ്മദിനോടുള്ള അമർഷം നുരഞ്ഞു പൊന്തി. ഈ പാവങ്ങൾ ഒല്ലെല്ലാം കെട്ടിപ്പെറുക്കി ഇതെല്ലാം വിട്ട് ഇവര് പാലായനം ചെയ്യുമ്പോൾ ഇവരെ സ്വീകരിക്കാൻ ആരാണുണ്ടാവുക? ഇവരെങ്ങനെ ജീവിക്കും? ഇതിന്റെ എല്ലാം കാരണമാ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുതിയ പ്രവാചകൻ. മുഹമ്മദിനോടുള്ള അമർഷം നുരഞ്ഞു പൊന്തി. ആ സമയത്ത് ഖത്താബിന്റെ മകൻ ഉമർ ചോദിച്ചു ഉമ്മു അബ്ദുല്ല എന്ന സ്ത്രീയോട്, നിങ്ങൾ എവിടെ പോകുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഈ മക്കയിൽ ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിക്കില്ലല്ലോ, ഞങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്നു. ആ സമയത്ത് ഉമർ ഇത് പറഞ്ഞപ്പോൾ ഉമ്മു അബ്ദുല്ല എന്ന സ്ത്രീയോട് പറഞ്ഞു അത്രേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ട ഉമ്മു അബ്ദുല്ല അന്തം വിട്ട് അന്താളിച്ചു പോയി. കാരണം ഉമർ ഇങ്ങനെ ഒരു വാക്ക് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. ഉമറിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് പ്രതീക്ഷിക്കാനുള്ള വകയില്ല. അത്ഭുതത്തോടെ അവിടെ ഓടിച്ചെന്നു തന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഉമർ മുസ്ലിം ആകാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ചോദിച്ചു, നീ എന്ത് വിഡ്ഢിത്തമാ പറയുക, ഉമർ മുസ്ലിം ആകുമോ? അടേ, ഉമർ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉമർ ഉടനെ തന്നെ സത്യമതത്തിൽ ചേരും. ആ സമയത്ത് അവരുടെ ഭർത്താവ് പറഞ്ഞ മറുപടി മതി ഉമറിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ. ഉമ്മബ്ദുല്ലയുടെ ഭർത്താവ് പറഞ്ഞു, ഖത്താബിന്റെ കഴുത മുസ്ലിം ആയാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിം ആവില്ല. ഖത്താബ് തന്റെ തൊഴുത്തിൽ വളർത്തുന്ന കഴുത മുസ്ലിം ആയാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിം ആവില്ല. അതാണ് ഉമർ. അങ്ങനെ ഒരു നല്ല വാക്ക് ആദ്യമായിട്ടാ ഉമർ പറയുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുത്തിനെ കുറിച്ച് പറയും, അവനും പള്ളിയിൽ ജുമയ്ക്ക് നിസ്കരിക്കാൻ വന്നു,
എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് അവരെ പള്ളിയിൽ കയറിയിട്ടില്ല, അത്രയ്ക്ക് വലിയ തെമ്മാടിയ. എന്തോ ഒരു മാനസാന്തരം ഉണ്ടായി പള്ളിയിൽ കയറിയ നമ്മൾ പറയുന്നത് അവനും പള്ളിയിൽ ജുമയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവനിൽ നിന്നത് തീരെ പ്രതീക്ഷിക്കാൻ വയ്യ, പിന്നെ അതങ്ങോട്ട് സംഭവിച്ചു പോയി. ഇതാണ് ഖത്താബിന്റെ മകൻ ഉമർ. പാതിരാവിൽ പോലും നിശബ്ദമാക്കിക്കൊണ്ട് ക്യാബറെ നർത്തകികളുടെ കൂടെ ഉന്മാദ നൃത്തം വെട്ടിയിട്ട് മക്കയിലെ ഗുണ്ടാ സംഘത്തിന്റെ തലവനായി വിലസിപ്പോയ ഖത്താബിന്റെ മകൻ ഉമറിന് ഉക്കാള ചന്തയിൽ പരസ്പര മത്സരബുദ്ധിയോടെ ഗോതയിൽ വെല്ലുവിളിക്കുന്ന ഖത്താബിന്റെ മകൻ ഉമറിന് സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ മതോന്മത്തരായി മക്ക നഗരത്തിലൂടെ പാട്ടും പാടി നടന്ന സാമൂഹിക വിരുദ്ധരുടെ നേതാവായ ഖത്താബിന്റെ മകൻ ഉമറിനെ തന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ 3 പെൺമക്കളെ ജീവനോടെ കുഴിച്ചുകൂടിയ ഉമറിനെ അവസാനം ലോകത്തിന്റെ സത്യദീപത്തിന്റെ വാളുകാൻ സത്യദീപത്തിന്റെ കരുത്തിറക്കാൻ ഊരിപ്പിടിച്ച വാളുമായി കടന്നു ചെന്ന ഖത്താബിന്റെ മകൻ ഉമറിനെ ആ ഉമറതാ മുസ്ലിമായതപ്പോടാ തന്റെ സഹോദരിയുടെ വീട്ടിലെത്തുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ വാക്യം കേൾക്കുമ്പോ تنزيلا ممن خلق الأرض والسماوات العلى. ഈ ഖുർആനിന്റെ വാക്യമങ്ങ് ഉമറിന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ ജീവനോടെ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടിയവൻ ലോകത്തിലെ ഏറ്റവും വലിയ വീരശൂര പരാക്രമി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലെത്തുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെ അവസാനം ഒരു റൊമാന്റിക് ഭാവനക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആത്മീയ ഔത്കർഷത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് കൈപിടിച്ചാണയിച്ച ലോകത്തിന്റെ ഏറ്റവും വലിയ നീതിയുടെ പര്യായമേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റാൻ ഖുർആനിന് കഴിയുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെ അതെവിടെ വരെ എത്തിയെന്നറിയുമോ? ആത്മീയ പരിവർത്തനം ജാഹിലിയ്യ കാലഘട്ടത്തിൽ സ്വന്തം പെൺമക്കളെ ജീവനോടെ കുമിച്ചുകൂടിയ ഉമർ അവസാനം മുസ്ലിമായി ഖലീഫയായി കഴിയുമ്പോ ഒരു ദിവസം ഉമർ തന്റെ ഗ്രാമത്തിലൂടെ വേഷപ്രച്ഛന്നനായി നടന്നു പോവുകയാ. അങ്ങനെ നടന്നുപോയി കഴിയുമ്പോ ഒരു കുടിലിൽ നിന്നതാ ഒരു കൊച്ചുകുഞ്ഞിന്റെ വല്ലാത്ത കരച്ചിൽ കേൾക്കാം. വേഷപ്രച്ഛന്നനായി ഉമർ ചെന്ന് നോക്കുമ്പോ ഒരു മാതാവ് കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിക്കുകയാ. മുലപ്പാലിന് വേണ്ടി കുഞ്ഞു വാവിട്ടു കരയുകയാ. രോഷത്തോടെ മാതാവിനോട് ചോദിച്ചു, മുലകുടി പ്രായം തീയാത്ത കുഞ്ഞിനെ എന്തിനാ മുലകുടി നിർത്താൻ ശ്രമിക്കുന്നത്? വേഷപ്രച്ഛന്നനായി ഉമറാണ് മുമ്പിലെന്ന് പെണ്ണിനറിയില്ല. ആ പെണ്ണ് പറയുന്നു, ഞങ്ങളുടെ ഖലീഫയായി ഉമർ ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 7 കുഞ്ഞുങ്ങളുടെ മുലകുടി പ്രായം പൂർത്തിയാകുന്നുവോ മുലകുടി മാറിയ കുട്ടികൾക്ക് റേഷൻ അനുവദിക്കുന്നു എന്ന് ഉമറിന്റെ നിയമമാണ്. നാളെ എന്റെ കുട്ടിയെ മുലകുടി നിർത്തിയിട്ട് കൊണ്ടുപോയാൽ അവന്റെ വിഹിതം കൂടി റേഷൻ കിട്ടും. അതിനുവേണ്ടി ബലമായിട്ട് ഞാൻ മുലകുടി നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ കുഞ്ഞ് കരയുകയാണെന്ന് ആ മാതാവ് പറയുമ്പോ അത് കേട്ട ഉമറതാ വിയർപ്പിൽ കുളിച്ചു പോയി ശരീരം വല്ലാതെ വിറക്കുകയാ. വിറക്കുന്ന കാലടികളോട് പ്രസിക്കുന്ന നെഞ്ചകത്തോട് വിതുമ്പുന്ന ചുണ്ടുകളോട് ഉമർ വന്ന് മദീനത്തെ പള്ളിയില് പാതിരാവിലെ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. രാവിലെ സുബഹി നമസ്കാരത്തിന് സഹാബാക്കളെത്തുമ്പോ ഇമാമത്ത് നിന്ന് ഉമറിന് ഖുർആൻ ഓതാൻ പോലും കഴിയില്ല. വാവിട്ട് നിലവിളിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് സമനാം വീട്ടിൽ കഴിഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുന്നു, എന്തിനാണ് ഉമർ ഇത്രത്തോളം ഭയന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് ഉമർ പറയുന്നതെന്താ? പടച്ച റബ്ബേ അല്ലാഹുവേ, ഇന്നലെ പാതിരാത്രിയിൽ ഈ ഉമറിന്റെ വികലമായൊരു ഭരണ പരിഷ്കാരം കാരണത്താൽ ഒരു പാവപ്പെട്ട പിഞ്ചു പൈതലിന്റെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീണു റബ്ബേ. അതിന്റെ പേരിൽ അല്ലാഹുവേ നാളെ നീ എന്നെ പരലോകത്ത് ശിക്ഷിക്കുമോ എന്നോർത്തിട്ട് ഞാൻ ഭയന്നു പോകുന്നു എന്ന് പറഞ്ഞ് ജീവനോടെ 3 പെൺകുഞ്ഞുങ്ങളെ കുമിഞ്ഞു കുഴിച്ചു മൂടിയ ഉമർ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുനീര് വീണതിന്റെ പേരിൽ ഒരു രാത്രി മുഴുവനും കരയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റിയെങ്കിൽ അത് ഖുർആൻ സാധിച്ച ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ വിപ്ലവമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെപ്പോലെ ലോകത്തിന്റെ ആത്മീയ ഔത്കർഷത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് കടന്നു വന്ന ലോക ചരിത്രത്തിലെ യുഗപ്രഭാവനായ ഖലീഫയാക്കി മാറ്റിയ പരിശുദ്ധ ഖുർആന്റെ പരിവർത്തനമില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ മദ്യപാനിയെ, ചൂതാട്ടക്കാരനെ, തെമ്മാടികളുടെ നേതാവിനെ മാറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഈ ജീവിതത്തിന്റെ ജീർണതകളുടെ അഴുക്കുചാലുകൾ കടന്നുപോയ
ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരാധാരത്തിന്റെ വക്താക്കളായി പോയ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു തിരിച്ചുവരവിന് നീ സാധ്യമാകൂ, ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്ക്. ഉമറിനെ മാനസിക പരിവർത്തനത്തിൽ കൊണ്ടുപോയ ഖുർആൻ നിന്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. ആ ഖുർആൻ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രേരക ചാലക ശക്തിയായി മാറട്ടെ. ആ ഖുർആനുമായിട്ടൊരു ബന്ധം പുലർത്തട്ടെ. അതിനാൻ സ്വാമിയുടെ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന അതിനാൻ സ്വാമിയുടെ ഏറ്റവും വലിയ പോപ്പ് മ്യൂസിക്കത്തിന്റെ പാട്ടുകൾ കാണാതെ പഠിച്ചു പോകുന്ന AR റഹ്മാനിന്റെയും എന്ന് വേണ്ട ജാസി ഗിഫ്റ്റിന്റെയും സംഗീത മ്യൂസിക് ആൽബത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഉഷാ ഉതുപ്പ് ചെന്നൈ നഗരത്തിൽ വന്ന് പോപ്പി മ്യൂസിക് പാടുമ്പോ ആ ഉഷാ ഉതുപ്പിന്റെ മ്യൂസിക്കിൽ മുഴുവനും ലഹരി ബാധിച്ചിട്ടുടുതു വലിച്ചെറിഞ്ഞു പോയ മുസ്ലിം ചെറുപ്പക്കാരാ, അള്ളാന്റെ ഖുർആനിനെ നെഞ്ചോട് ചേർക്ക്. ആ ഖുർആൻ നിന്റെ ജീവിതത്തിന്റെ അലങ്കാരമാകട്ടെ. ഖുർആന മാമാ തേരി ഭി, ഖുർആന മാമാ തേരി ഭി, ये लुबी लुबी तेरा नाम भी, ये आसमान तुम्हारा सामी, ये लुबी लुबी तेरा नाम भी, कुरान मामा तेरी भी, ये लुबी लुबी तेरा नाम भी, ये आसमान तुम्हारा सामी, ये लुबी लुबी तेरा नाम भी, कुरान मामा तेरी भी. നിന്റെ ശിരോവസ്ത്രം ഖുർആനാകട്ടെ, നിന്റെ തലപ്പാവ് ഖുർആനാകട്ടെ, നിന്റെ ജീവിതത്തിന്റെ സർവ്വ അലങ്കാരവും ഖുർആനാകട്ടെ. ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട് പാടിയ പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകം വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയെപ്പോലും ആർദ്രതയുള്ള ഹൃദയത്തിന്റെ ഉടമയാക്കി മാറ്റാൻ ഈ ഖുർആനിന് കഴിഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ എന്തേ ഖുർആൻ സ്വാധീനിക്കുന്നില്ല? എന്തുകൊണ്ട് ഖുർആൻ നമ്മെ സ്വാധീനിക്കുന്നില്ല? ഖുർആൻ നമ്മുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. ഖുർആനുമായി ബന്ധം പുലർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപാകതകൾ സംഭവിച്ചു എന്ന് നാം നമ്മെക്കുറിച്ച് വിലയിരുത്തുക. ലോകത്തിലെ വിശുദ്ധമായ ഖുർആൻ സാധിപ്പിച്ച ഏറ്റവും വലിയ വിപ്ലവം അതായിരുന്നു. എന്തിനേറെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജാഹിലിയ കാലഘട്ടത്തിലെ ഉമറിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വിധേയനാക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബാക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പോരിശയുള്ളയാൾ. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യക്തിത്വം ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹം സൗമ്യ പ്രകൃതക്കാരനാണ്, ശാന്ത സൗമ്യശീലനാണ്. പക്ഷേ ഉമർ അതല്ല. ചില സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വ്യക്തിത്വം എന്തെന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി, അതിനേക്കാൾ വലിയ തെമ്മാടി മക്കയിലുണ്ടോ എന്ന് സംശയമാണ്. ആ തെമ്മാടി മുസ്ലിമായി ഖുർആൻ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനം ഉമർ ആരായി മാറിയെന്നറിയുമോ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലാളിത്യത്തിന്റെ ശക്തിയായി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉമറിനെ കേന്ദ്ര കഥാപാത്രമാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരല്പനേരം സംസാരിച്ച് നമുക്ക് പിരിയാം. സാഹചര്യം പ്രതികൂലമാണ്, വളരെ ഇരുട്ടാണ്, ആളുകൾക്ക് എല്ലാവർക്കും തിരിച്ചെത്തണം. മാത്രമല്ല മുകളിൽ സഹോദരിമാരൊക്കെ ചൂടെടുത്ത് വല്ലാതെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് പിരിയാം. അതുകൊണ്ട് നമുക്ക് ഒരു അല്പനേരത്തേക്ക്, ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ഉമറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഖുർആനുമായിട്ട് ചർച്ച ചെയ്യാം. ഖുർആനിന്റെ ബാക്കി പാഠങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആദർശവാദിയാക്കി മാറ്റുമ്പോൾ ഖുർആൻ ഉമറിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, ത്വാഹ എന്ന ഖുർആനിന്റെ ഒരൊറ്റ വാക്യമാണ്, ആ ഒരൊറ്റ കാവ്യശകലമാണ് ഖുർആൻ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതോടെ ഉമർ മുസ്ലിമായി. അവസാനം ഖുർആൻ കേട്ടാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലി ആർത്തൊടുകുന്ന അവസ്ഥയിലേക്ക് ഉമർ മാറി. ഖുർആനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുദൂതർ തന്റെ പൊൻചമ്പകപ്പൂ തേനിതൾ അതരങ്ങൾ കൊണ്ട് മഴിഞ്ഞു. അല്ലാഹു സത്യത്തെ ഉമറിന്റെ നാവിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. ഖുർആനിൽ ഏതാണ്ട് 33ഓളം ഭാവങ്ങളിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സ്മരിച്ചുകൊണ്ട് ഉമറിന്റെ ആഗ്രഹമനുസരിച്ച് അല്ലാഹു ഖുർആനിന്റെ ആയത്തുകൾ പോലും അവതീർണമാക്കി.
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഏതവസ്ഥയിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ മരിക്കുന്ന സമയത്ത് പോലും ചരിത്രം രചിച്ച മഹാനുഭാവനായി ഈ ലോകത്തേക്ക് മാറിപ്പോയി. പക്ഷേ നമ്മെ സംബന്ധിച്ചോളം ഖുർആനുമായി നമ്മുടെ ബന്ധം അതൊന്ന് വായിക്കുവാനോ അതൊന്ന് പഠിക്കുവാനോ അതുമായി ബന്ധപ്പെടുവാനോ ഖുർആനുമായിട്ടുള്ളൊരു ചർച്ചയ്ക്കോ എന്തിനേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേളാവൂർ നിവാസികൾക്ക് അനുഗ്രഹം ചെയ്താൽ ഇക്കാണുന്ന കെട്ടിടം ആഗ്രഹം പോലെ ഒരു അറബി കോളേജായി മാറിയാൽ ഇൻഷാ അല്ലാഹ് ഖുർആനിൻ്റെ പ്രഭ ചൊരിയുന്ന ഒരു നാടായി അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യും. അല്ലാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. കാരണം അറബി കോളേജുകളിലും ദറസുകളിലും ചർച്ച ചെയ്യപ്പെടുക, എല്ലാ മുദരീസുകളും ചർച്ച ചെയ്യപ്പെടുന്നത് ഖുർആനിനെ കുറിച്ചാണ്. ഖുർആന്റെ ആയത്തുകളാണ് തഫ്സീറുകളായി ചർച്ച ചെയ്യപ്പെടുക. ആ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരു നാടിൽ ചർച്ച ചെയ്യപ്പെടുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ഒരു നാട്ടിൽ ഖുർആനുമായിട്ടുള്ള ചർച്ചകളിൽ ഒരു നാട് മുഴുകിക്കളഞ്ഞാൽ ആ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആപത്തുകളെ തൊട്ട് കാക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആനിലൂടെ സഞ്ചരിക്കുന്ന, ഖുർആനിൻ്റെ ശഫാഅത്തോടെ സ്വർഗത്തിലെത്തുന്ന സത്യവിശ്വാസികൾ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് പിരിയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വേഷപ്രച്ഛന്നനായി രാത്രിയിൽ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ച് ഇവിടെ നോക്കി, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വേഷപ്രച്ഛന്നനായി ഗ്രാമാന്തരത്തിലൂടെ സഞ്ചരിക്കുകയാണ്. നടന്ന് ഒരു കർഷകന്റെ കുടിലിന്റെ മുമ്പിലെത്തി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ആ കുടിലിന്റെ മുന്നിലെത്തുമ്പോൾ ആ കർഷകൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. രാത്രി, നിശബ്ദമായ രാത്രി, വിജനമായ രാത്രി, സർവ്വതും ഒരു സൂചി താഴെ വീണാൽ കേടുന്ന നിശബ്ദമായ അന്തരീക്ഷം, പ്രകൃതി പോലും നിശ്ചലമായി നിൽക്കുന്ന ആ പ്രൗഢമായ അന്തരീക്ഷത്തിൽ വേഷപ്രച്ഛന്നനായി പ്രജകളുടെ ക്ഷേമമന്വേഷിച്ചിറങ്ങിയ ഉമറിന്റെ മുന്നിൽ ഒരു കൊച്ചുകുടിലിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കർഷകന്റെ ശബ്ദം കേട്ട് ഉമർ ബിൻ ഖത്താബ് ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ഉമർ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുർആനിന്റെ ശകലങ്ങൾ ശ്രവിക്കുന്നു. കർഷകൻ തന്റെ വീടിന്റെ ഉള്ളിലിരുന്ന് പാദരാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. സൂറത്ത് തൂറാണ് പാരായണം ചെയ്യുക. വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ വസ്ഖഫിൽ മർഫൂ വൽബഹരിൽ മസ്ജൂർ. സൂറത്ത് തൂറിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുകയാണ് ഗ്രാമീണനായ കർഷകൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാ. അവസാനം ഈ കർഷകൻ പാരായണം ചെയ്ത് പരിശുദ്ധമായ സൂറത്ത് തൂറിന്റെ ഒരു ഭാഗമെത്തി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഫൈദൻ നുജൂമു തുമിസത് വഇദൽ ജിബാലു ഫുരിജത് യൗമ تمور السماء مورا وتسير الجبال سيرا. ഈ ആയത്തിന്റെ ഭാഗമെത്തി ഉമർ റളിയല്ലാഹു തആല അൻഹു സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാ. ഈ ഗ്രാമീണ കർഷകൻ ഓതി ഈ ഭാഗമെത്തി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോകുന്നു എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ഓതിയപ്പോ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, സർവാധിനാഥനായ റബ്ബിന്റെ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോകുന്നു എന്ന ആയത്തങ്ങ് കേൾക്കുമ്പോ അതേവരെ കേട്ട് നിന്ന് ഉമർ അതാ വേർപ്പിൽ മുങ്ങി കുളിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം അതാ തളരുന്നു. കേട്ട് നിന്ന് ഉമറിനെ സഹിക്കാൻ കഴിയുന്നില്ല. ശരീരം മുഴുവനും തളർന്നു, നാഡീവ്യൂഹങ്ങൾ മുഴുവനും അസ്തമിച്ചു, ശരീരം മുഴുവനും തളർന്നവശനായി ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ പോകുന്നു എന്ന ആയത്ത് കേട്ട ഉമർ അതാ വേച്ച് താഴോട്ട് വീഴാൻ പോകുന്നു. വേച്ച് ഉമർ തന്റെ ഒട്ടകപ്പുറത്തേക്ക് കടന്നു പിടിച്ചു. വീണു പോകാതിരിക്കാൻ ആ ഒട്ടകത്തിന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു നിന്ന് പോയി ഉമർ ബിൻ ഖത്താബ്. ആ ഒട്ടകപ്പുറത്ത് ചാഞ്ഞു നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാവിലെ നിശബ്ദമായി വിതുമ്പിക്കരയാൻ തുടങ്ങി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ പോകുന്നു എന്ന് കേട്ട ഉമർ പാതിരാവിന്റെ നിശബ്ദതയിൽ രാജ്യത്തിന്റെ പരമാധികാരിയായ ഖലീഫ ഒട്ടകത്തേക്ക് ചാരിയിരുന്ന് വേങ്ങി കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി കരയുമ്പോ ഒരു വിധത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പുറത്ത് കയറി. പക്ഷേ
കൈ ചലിക്കുന്നില്ല, കാല് ചലിക്കുന്നില്ല, സർവനാടീ വ്യൂഹങ്ങളും തളർന്നു പോയതുപോലെ ഒട്ടകപ്പുറത്ത് കമന്ന് കിടന്നു പോയി ഉമർ പൊട്ടിക്കരയുന്നു. ഒട്ടകം ഉമറിനെയും കൊണ്ട് കൊട്ടാരമുറ്റത്തെത്തി, തന്റെ വീടിന്റെ മുറ്റത്തെത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരേ ഒരു ആയത്ത്, ഒരേ ഒരു സൂക്തം, ഇന്നറപ്പിക്കരവാക്കിയേ അള്ളാന്റെ ശിക്ഷ വരാൻ പോകുന്നു എന്നൊരൊറ്റ സൂക്തം കേട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലെത്തി ഉമറിനെ ഭാര്യ താങ്ങി പിടിച്ച് കിടത്തി, ഉപ്പുതപ്പിട്ട് മൂടി ഉമറിന്റെ മുകളിലേക്ക്. സഹോദരങ്ങളെ, ആ കിടന്ന കിടപ്പാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. 3 മാസത്തേക്ക് പനി പിടിച്ചിട്ട് ഉമർ എഴുന്നേറ്റിട്ടില്ല. അതാ കിടന്ന ഉമർ 3 മാസം പനി പിടിച്ച് കിടന്ന് വിറച്ചു പോയി ഉമർ. എല്ലാവരും ചോദിച്ചു, ഉമറെ എന്ത് പറ്റിപ്പോയി, ഉമറിന് എന്ത് പറ്റി എന്ന് ആർക്കും അറിയില്ല. ഒരേ ഒരു ആയത്ത് കേട്ട ഉമർ 3 മാസക്കാലം പനി കിടച്ച് കിടന്ന് വിറച്ചു പോയെങ്കിൽ ഇതിനു മുമ്പ് ഉമർ ഈ ആയത്ത് കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് ഇതിനു മുമ്പ് ഉമർ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ പലപ്പോഴും മഗ്രിബ് നമസ്കാരത്തിൽ പതിവായി ആയത്ത് പാരായണം ചെയ്യാറുണ്ട്. പക്ഷേ പാതിരാവിന്റെ നിശബ്ദതയിൽ ഏകനായി ഉമർ ഇത് കേട്ട് കഴിഞ്ഞപ്പോ, മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ 3 മാസത്തോളം പനി പിടിച്ച് പേടിച്ച് വിറച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് കടിഞ്ഞു പോയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിക്ക് വന്ന പരിവർത്തനം എവിടെ? ഒരായത്ത് കേട്ടിട്ട് 3 മാസത്തോളം കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് കിടന്നു പോയ ഉമർ അവസാനം മരിക്കാൻ കിടക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമ്മുടെ മരണം നല്ല മരണമാക്കി പെരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണം നല്ല മരണമായി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ അബൂ ഹുറൈറയുടെ കുത്തേറ്റ് ഉമർ കുടൽമാലകൾ താഴേക്ക് വീണ് കിടക്കുകയാ. ബോധരഹിതനായി ഇടക്ക് ബോധം വരും, നഷ്ടപ്പെട്ടു പോകും. ആ സമയത്തെല്ലാം ഉമർ ചോദിക്കുന്നത് എന്താ? ഉമർ ഇമാമായിട്ട് നമസ്കരിക്കുമ്പോഴാണ് കുത്തേൽക്കുന്നത്. ഞാൻ തുടങ്ങിയ നമസ്കാരം പൂർത്തീകരിച്ചു. കുടൽമാലകൾ താഴോട്ട് വീണ് കിടക്കുമ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുന്നത്, നമസ്കാരം നിർവഹിച്ചോ? നമസ്കാരം പൂർത്തീകരിച്ചോ? അവസാനം മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കുടൽമാലകൾ മുഴുവനും ആ ഭൂമിയിലേക്ക് വീണ് കിടക്കുന്നു. കുടൽമാലകൾ മണൽത്തരികളുടെ മുകളിലൂടെ വലിച്ചടക്കപ്പെടുന്നു. രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു ഉമർ. തല കിടക്കുന്നത് തന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മടിയിലാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം വീണു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് പൊന്നുമോനോട് പറയുന്നു, പൊന്നുമോനെ ഇബ്നു ഉമറേ, ഈ ഉമറിന്റെ തലയെടുത്ത് നിന്റെ മടിയിൽ നിന്നും മണ്ണിലേക്ക് വെക്കുമോനെ. ഈ ഉമർ ഒരു നിസ്സാരനായി മണ്ണിൽ കിടന്ന് ഈ ഉമർ മരിച്ചു പോകട്ടെ. നിന്റെ മടിയിൽ നിന്ന് നിന്റെ തലയെടുത്ത് ഈ മണ്ണിനോട് ചേർത്ത് വെക്ക്. ഉമർ മണ്ണിൽ കിടന്ന് നിസ്സാരനായിട്ട് മരിച്ചു പോകട്ടെ എന്ന് വിലപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ തന്റെ ശിരസ്സെടുത്ത് മണ്ണിൽ വെച്ചു. കുടൽമാലകൾ താഴെ നീന്തി കുളിക്കുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെടുത്ത് മടിയിലെ നിന്നെടുത്ത് വെള്ളത്തെ ആ മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മോനെ ഇബ്നു ഉമറേ, ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ കുളിപ്പിക്കുന്ന ജലത്തിൽ നീ കർപ്പൂരം ചേർക്കരുത്. ഒരു പച്ചവെള്ളം കൊണ്ട് എന്നെ കുളിപ്പിക്ക്. നിസ്സാരനിൽ നിസ്സാരനായി ഉമർ ഈ ലോകത്ത് നിന്ന് വിട പറന്നു പോകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണുകൾ തൂങ്ങിയടയുന്നു, മിഴികൾ കൂമ്പിയടയാൻ പോകുന്നു. കുടൽമാലകൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെടാൻ പോകുന്നു. മരണത്തെ മുഖാമുഖം കാണുന്നു ഉമർ. ഒരു കാലത്ത് ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഉമർ, ആ ഉമറതാ മണൽത്തരികൾക്കിടയിൽ കിടക്കുന്ന ഒരു കൊച്ചു പുല്ലിന്റെ പുൽക്കൊടി എടുത്ത് കയ്യിൽ വെക്കുന്നു. മരിക്കാൻ പോകുന്ന ഉമർ, ഷഹാദത്ത് കലിമ പറയാൻ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന ഉമർ താഴെ കിടക്കുന്ന ഒരു പുൽക്കൊടി എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് വിലപിക്കുന്നു, റബ്ബേ യാ ലൈതനീ ലം തലിദിനി ഉമ്മീ. അല്ലാഹുവേ, എന്നെ എന്റെ ഉമ്മ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു റബ്ബേ. ഒരു പുൽക്കൊടി എടുത്ത് കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവേ യാ ലൈതനീ കുന്തു മിസ്ല ഹാദാ. റബ്ബേ, ഞാനൊരു പുൽക്കൊടിയായിട്ട് ജനിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നു റബ്ബേ. നാളെ നിന്റെ മഹിശറയിൽ കണക്കെനിക്ക് ബാധകമല്ല. നിന്റെ മുമ്പിൽ എനിക്ക് സമാധാനം ബോധിപ്പിക്കണ്ട. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത്, ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഒരു പുൽക്കൊടി എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് ഉമർ വിലപിച്ചതെന്താ? അല്ലാഹുവേ യാ ലൈതനീ കുന്തു മിസ്ല ഹാദാ. അല്ലാഹുവേ, ഒരു പുൽക്കൊടിയായി ഞാൻ ധരിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു റബ്ബേ.
എന്ന് വിലപിച്ചുകൊണ്ട് ഉമർ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ, ഒരു കാലത്ത് ലോകത്തിലെ തെമ്മാടിയായി വീരനിൽ വീരനായി വില്ലാളി വീരനായി വീണുപോയി ഉമർ. കിസ്റ കൈസർ ചക്രവർത്തിമാരെ കിടുകിട വിറപ്പിച്ച ഉമർ, മുഖൗക്കിസിന്റെ പേടി സ്വപ്നമായി ഉമർ. കിസ്റ ഭരിക്കും കൈസറും ഞെട്ടുന്നതാ, മിസ്രിൽ മുഖൗക്കിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിസ്റ കൈസറിന്റെ കോട്ടകൊത്തളങ്ങളെ കിടുകിടാ വിറപ്പിച്ച മിസ്രിലെ മുഖൗക്കിസ് എന്നും സ്വപ്നം കണ്ടാല് പേടിച്ചു വിറപ്പിച്ചു പോകുന്ന വീരരിൽ വീരനെ, വില്ലാളി വീരനെ, വീരശൂര പരാക്രമി സയ്യിദിന ഉമറുൽ ഫാറൂഖ് ഈ ഖുർആനുമായിട്ടങ്ങ് ബന്ധപ്പെട്ടപ്പോ, മരിക്കുന്ന സമയത്തൊരു പുൽക്കൊടിയായിരുന്നെങ്കിലെന്ന് വിലപിച്ചു മരിച്ചു പോയെന്ന്, തെറ്റുകൾ ചെയ്തു കൂട്ടി എന്റെ സമൂഹത്തോട്, എന്നെ ശ്രമിക്കുന്ന സമൂഹത്തോട് മറ്റൊരു ഉമറാകാൻ നിങ്ങളോട് ഞാൻ ഉപദേശിച്ചുകൊണ്ട്, എന്റെ ശബ്സിനോട് ഞാൻ പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട് പാടി ലോകത്തിലെ ഏറ്റവും ഉദാത്തനായ മാതൃകയായി ചൂണ്ടിക്കാണിച്ച ഉമറിന്റെ വഴിയെ നടന്നതെല്ലാം ഉമറിന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.